ഹായ് ഹലോ നമസ്കാരം. ഞാൻ സുനിത ദേവദാസ്. ഇന്ന് നമ്മുടെ അതിഥി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി ദിനേശ് ആണ്. മറുനാടൻ മലയാളി സംഘപരിവാറിനെ വളർത്താൻ എന്തൊക്കെ എത്ര കൃത്യമായി ഇടപെട്ടു എന്നതിനെ പറ്റി മിസ്റ്റർ അജിത് കുമാർ ഒരു വർഗീയ കലാപം നടക്കുന്നിരിക്കട്ടെ. ഈ വ്യക്തി RSSുമായിട്ട് പരസ്യമായി ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ കേസ് അന്വേഷണം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിരന്തരം വിമർശിക്കുന്നത്? ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഞാൻ നോക്കി. ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സോഫ്റ്റ് അപ്രോച്ച് മുസ്ലിം വർഗീയതക്കെതിരെയും ക്രിസ്ത്യൻ വർഗീയതക്കെതിരെയും സ്വീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 30 കൊല്ലത്തിലധികമായി അദ്ദേഹം കോടതിയിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്നുണ്ട്. ലക്ഷങ്ങളും കോടികളും ഒക്കെ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കോടതിക്ക് അകത്ത് തന്റെ ജീവിതം തളച്ചിടാതെ പുറത്തേക്ക് ഇറങ്ങി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സത്യസന്ധമായ കോടതി വാർത്തകൾ അറിയാൻ വേണ്ടി ആശ്രയിക്കുന്ന ലൈവ് ലോ എന്ന മാധ്യമ സ്ഥാപനം തുടങ്ങി. മതേതര ഇന്ത്യക്കായി, ജനാധിപത്യത്തിനായി, ഭരണഘടനയുടെ സംരക്ഷണത്തിനായി നിരന്തരം ശബ്ദിക്കുന്ന ഒരു മനുഷ്യനായി മാറി. അങ്ങനെയുള്ള ഒരു തനി കാസർഗോട്ടുകാരനായ അഡ്വക്കേറ്റ് പി ദിനേശാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ലക്ഷങ്ങളോ കോടികളോ? 10,000 പറഞ്ഞൂടെ? അതില്ല, അത് കഴിഞ്ഞു. 30 വർഷം എന്നൊക്കെ പറയുന്നത് പിന്നെ സീനിയർ അഭിഭാഷകൻ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ല, ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ. അതായത് പ്രാക്ടീസിൽ കുറെ കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വക്കീല് കോടികൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ വക്കീലായി മാറുള്ളൂ. അയാള് ബെൻസ് കാറിൽ വരണം, അല്ലെങ്കിൽ BMW ബെൻസ് ഇതുപോലത്തെ സംഭവങ്ങൾ വന്നാൽ മാത്രമേ വലിയ വക്കീലാവുള്ളൂ, വലിയ ഓഫീസുകൾ ഉണ്ടാവണം എന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. നമുക്കറിയാം, എനിക്ക് തന്നെ അറിയുന്ന കുറെ ആൾക്കാരുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ ഭയങ്കരമായ പൈസ ഉണ്ടാക്കി, വലിയ ഓഫീസ് ഉണ്ടാക്കി, വലിയ കാറുകൾ വാങ്ങിച്ച് കുറെ ജൂനിയേഴ്സിന് അല്ലെങ്കിൽ ഇന്റേൺസിന് പൈസ കൊടുത്ത് വെച്ച് ആൾക്കാരുടെ മുമ്പിൽ, ഞാൻ ഡൽഹിയിലൊരു സിറ്റുവേഷൻ പറയുകയാണെ, ആൾക്കാരുടെ മുമ്പിൽ ഒരു പ്രത്യേക പ്രതിച്ഛായ ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ വക്കീലന്മാർ. അപ്പൊ പൊതുജനത്തിന്റെ ധാരണ ഇവരൊക്കെ വലിയ വക്കീലന്മാരാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ തിരുത്തേണ്ട ഒരു ധാരണ എന്ന് പറയുന്നത്, വക്കീലിന്റെ ഒരു ഫ്ലാഷി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഒരു വക്കീലിനെ അസസ് ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു ക്ലയന്റായി വക്കീലിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയേണ്ടത്, ഒരു മിനിമം സത്യസന്ധതയും ഒരു മിനിമം ജീവിതവും നയിക്കുന്ന, ഓഫ്കോഴ്സ് ചില വക്കീലന്മാർ വളരെ ഫ്ലാഷി ആയിട്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു ഔട്ട്ലുക്ക് അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും സാധാരണ അതിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള, അല്ലെങ്കിൽ കുറച്ചൊരു കൺവിക്ഷൻ ഉള്ള വക്കീലന്മാർക്ക് തന്നെ ഒരു കോമൺ മിനിമം ലൈഫ് ആയിരിക്കും നയിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടുന്ന് ഇപ്പൊ പ്രധാനപ്പെട്ട കേസുകളിലെ സുപ്രീം കോടതിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നമ്മള് പത്രവാർത്തയിലെ ഒന്നാമത്തെ വഴി മണിക്കൂറിന് ഇത്ര ലക്ഷം വാങ്ങുന്ന ഹരീഷ് സാൽവെ, അങ്ങനെയുള്ള കുറെ വക്കീലന്മാരുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ലീഡിങ് വക്കീലന്മാരൊക്കെ ഉദാഹരണത്തിന് ഒരു അപ്പിയറൻസിന് വാങ്ങിക്കുന്നത് 15 lakh. അപ്പം 5 കേസ് ഉണ്ടെങ്കിൽ 75 ലക്ഷം റുപ്യ ദിവസം. പക്ഷെ കപിൽ സിബൽ മറ്റുള്ള വക്കീലന്മാരിൽ നിന്ന് വ്യത്യസ്തമായി കുറെ ഫ്രീ കേസുകളും ചെയ്യും ദിവസം. അദ്ദേഹം അപ്പിയർ ചെയ്യുന്ന മിക്ക സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള മിക്ക കേസുകളും പൈസ ചാർജ് ചെയ്യുന്നില്ല. ഓഫ്കോഴ്സ് ആം ആദ്മി പാർട്ടിന്റെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് മറ്റൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഓഫ്കോഴ്സ് ബി ചാർജ് ചെയ്യും. അല്ലെങ്കിൽ ചാർജ് ചെയ്യാതെ ഉള്ള കേസ് നടത്തിപ്പിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കപിൽ സിബൽ. പക്ഷെ അങ്ങനെയല്ല മറ്റു ചില വക്കീലന്മാര് പൈസ ഉണ്ടാക്കുന്നല്ലാതെ ഒരു എന്താ പറയേണ്ടത്, ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നൊരു സാധനം ഉണ്ടല്ലോ. ബാർ അസോസിയേഷനിൽ ഒരു ഒരു വാട്ടർ ഡിസ്പെൻസർ, ഒരു വെള്ളം കൊടുക്കാനുള്ള മെഷീൻ പോലും കൊടുക്കാൻ സഹായിക്കാത്ത ടീമുകളാണ് ഇതിനെ പൈസ ഉണ്ടാക്കുന്ന ഒരു സെന്ററായി മാത്രം മാറ്റുക എന്നുള്ള ഒരു വിഭാഗം വക്കീലന്മാരുണ്ട്. അത് തികച്ചും തെറ്റായിരുന്ന നടപടിയാണ്. പക്ഷെ നമ്മളുടെ ജഡ്ജസും മറ്റവരൊക്കെ തന്നെ ഇവരെ മഹത്തായ വക്കീലന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ വെറും കോടതിയിൽ പോയി കേസ് പറയുന്നത് മാത്രമല്ലല്ലോ. കാരണം നമ്മളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നോക്കിയാലും, അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റുള്ള പല മൂവ്മെന്റ്സും പരിശോധിക്കുകയാണെങ്കിൽ നിയമം അറിയുന്ന വക്കീലന്മാരാണ് അതിന്റെ മുന്നിൽ നിന്നിട്ടുള്ളത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സമീപനം ഈ അടുത്ത കാലത്തായി കാണുന്നില്ല. പണം മാത്രമായി മാറി ക്രൈറ്റീരിയ. പക്ഷെ ഈ വിശദീകരണം നന്നായി തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതോടെ ബിസിനസ് കൂടുക ചെയ്യാ. കാരണം 30 വർഷം വക്കീല് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാര് ശരിക്കും സമീപിക്കാൻ മടിക്കുമല്ലോ, എന്നെ കൊണ്ട് ഇത് താങ്ങുമോന്ന് ഓർത്തിട്ട്. അപ്പൊ അല്ലല്ല, ഈ ബിസിനസ് എന്നുള്ള പദപ്രയോഗവും ശരിയല്ല. കേസ് കൂടുക എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന കേസുകൾ കൂടുന്നത് മുഴുവൻ തന്നെ ഫ്രീ കേസായിട്ടായിരിക്കും വരാൻ പോകുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ എൻ്റെ ഒരു ഔട്ട്ലുക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പം ഒരു 30 വർഷമായി പ്രാക്ടീസ് ചെയ്തു. നമുക്ക് ലൈഫിൽ ഒരു മിനിമം ഗ്യാരണ്ടി, ഒരു സ്വന്തം വീട്, അത്യാവശ്യം
ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചുറ്റുപാടുകൾ നിലനിർത്തേണ്ട ആവശ്യമേ ഉള്ളൂ. അത് അത്യാവശ്യം വലിയ ടെൻഷൻ ഇല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുക, അല്ലെങ്കിൽ മിനിമം യാത്ര ചെയ്യാൻ പറ്റുക, വീട് നിലനിർത്തി മുന്നോട്ട് പോകാൻ പറ്റുക, കുട്ടികളുടെ എഡ്യൂക്കേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുക, ആ ഒരു കംഫർട്ട് ലെവൽ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ സമയം തീർച്ചയായും ഇത്തരത്തിലുള്ള ഫ്രീ കേസുകൾക്ക് വേണ്ടി ചെലവാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നീട് ഒരു മണി മേക്കിംഗ് പ്രോസസ്സായി ലൈഫ് മാറാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ലൈഫിന്റെ ഒരു ഔട്ട്ലുക്ക്. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത് ADGP അജിത് കുമാർ RSS നേതാവായ ദത്താത്രേയ ഹൊസബലയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. അപ്പൊ നമ്മൾ ഇതിനെ കുറച്ചും കൂടി ഒരു ബ്രോഡായിട്ട് കാണുകയാണെങ്കിൽ RSS എന്ന സംഘടനയിൽ പ്രവർത്തിക്കാൻ സർക്കാർ ജീവനക്കാർക്ക് നിരോധനം ഉണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ മാസമാണ് കേന്ദ്ര സർക്കാർ നീക്കിയത്. അത് കൂടാതെ ഒരു വക്കീലാണല്ലോ, എല്ലാ മാസവും ഓരോ ജഡ്ജിമാര് പോകുന്നതായിട്ട് കാണാം. കൽക്കട്ട ജഡ്ജി പോയി, ബോംബെ ജഡ്ജി പോയി, BJP ചേരുന്നു, RSSൽ ചേരുന്നു. നമ്മുടെ രാജ്യസഭാ ചെയർമാൻ ഇരുന്ന RSSനെ നിരന്തരം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. രഞ്ജൻ ഗൊഗോയ് ഇപ്പോ BJPയുടെ രാജ്യസഭ MP ആയിട്ടിരിക്കുന്നു. നമ്മളുടെ DGPമാര് പോകുന്നു. ഒരുപാട് പേര് RSSലേക്കും BJPയിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കേന്ദ്ര സർവീസിലാണ് ഇവരിയ്ക്കുന്നത്. ഇതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടോ? എങ്ങനെയാണ് ഈ ആളുകൾ സംഘപരിവാറിനെ ഒരു അടവച്ച് വിരിയിക്കുന്ന ഒരു ഇതായിട്ട് കേന്ദ്ര സർവീസുകൾ മാറുന്നത്? ഇതിനെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? ഇതൊരു നിയമ തടസ്സം. ഇപ്പോൾ RSSന്റെ തടസ്സം നീക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നിയമ തടസ്സമൊന്നുമില്ല. പക്ഷേ ഈ RSS എന്ന് പറയുന്നത് പിന്നെ ഒരു തികച്ചും രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സെക്യുലർ രാഷ്ട്രത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് RSS എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടനയോട് പരസ്യമായി ആഭിമുഖ്യം പ്രകടിപ്പിക്കുമ്പോൾ ഒരു മതേതര രാഷ്ട്രത്തില് ജനങ്ങൾ കാണുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവരൊക്കെ തന്നെ. ഇപ്പം മിസ്റ്റർ അജിത് കുമാർ ഇന്ത്യയിലെ കേരളത്തിലെ ക്രമസമാധാനത്തിന്റെ ചാർജുള്ള വ്യക്തിയാണ്. അപ്പം നമ്മുടെ നാട്ടില് ഹിന്ദുക്കൾ മാത്രമൊന്നുമല്ല, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഒരു വർഗീയ കലാപം നടക്കുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വർഗീയ ചായവുള്ള എന്തെങ്കിലും ഒരു ഒഫൻസ് നടക്കുന്നിരിക്കട്ടെ, ഈ DGP വരുമ്പോൾ ജനങ്ങളുടെ മുന്നിലുള്ള അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, ഈ വ്യക്തി RSSുമായിട്ട് പരസ്യമായി ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ കേസന്വേഷണം നടത്തുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന വിക്ഷോഭം എന്തായിരിക്കും? അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുന്നത്? അവർക്ക് ഇയാൾ പൂർണ്ണമായ നീതി നടപ്പാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. എങ്കിൽ പോലും നീതി നടപ്പാക്കുക മാത്രമല്ല, നീതി നടപ്പാക്കി എന്നുള്ളൊരു തോന്നലുണ്ടാക്കുക എന്നുള്ളതാണ് നിയമത്തിന്റെ ഈ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിനെ കണ്ടറിയുകയും അത് കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് വ്യക്തിപരമായി നമുക്കെല്ലാവർക്കും, ഇപ്പൊ എനിക്ക് വ്യക്തിപരമായി ദാവൂദ് ഇബ്രാഹിമുമായി സൗഹൃദം ഉണ്ടെന്നിരിക്കട്ടെ. അതെ, ഞാൻ വ്യക്തിപരമായി ദാവൂദ് ഇബ്രാഹിമുമായി സൗകര്യമുണ്ട്. ഞാൻ ദാവൂദ് ഇബ്രാഹിമിനെ പോയി കാണുന്നു. പത്രക്കാർ ചോദിക്കുമ്പോൾ അതെന്റെ വ്യക്തിപരമായ, ഞങ്ങൾ കൊച്ചുനാളിലെ സുഹൃത്തുക്കളായിരുന്നു, എന്റെ കോളേജിൽ പഠിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ കാണാൻ പോയതാണെന്ന് പറഞ്ഞാൽ അത് ന്യായീകരിക്കാൻ പറ്റുമോ? പറ്റുന്നാണ് ADGP അജിത് കുമാർ പറയുന്നത്. ഞാൻ എന്റെ ക്ലാസ്മേറ്റിനെ കാണാൻ പോയിന്ന്. അല്ല സന്ദർശനം അല്ല, അങ്ങനെയല്ലല്ലോ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ക്ലാസ്മേറ്റ്സ് ഇപ്പൊ എല്ലാവർക്കും നമുക്ക് ക്ലാസ്മേറ്റ്സ് ഇല്ലേ? എല്ലാവർക്കും നമ്മൾ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ പറയുന്നത് ക്ലാസ്സിൽ ഉണ്ടാവുന്ന സംഭവത്താണ്. പിന്നീട് നമ്മുടെ തന്നെ ക്ലാസ്മേറ്റ്സിൽ എടുത്തു നോക്കൂ. എന്റെ ക്ലാസ്മേറ്റ്സിലെ ചില ആൾക്കാർ ചിലപ്പോൾ ഭയങ്കര എന്താ പറയുക, സമൂഹത്തിൽ ക്രിമിനലുകളായി മാറൂട്ടെ. നിങ്ങൾ നാളെ ക്ലാസ്മേറ്റ്സ് ആണ്, അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് അദ്ദേഹത്തിനെ കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ല, ആശയപരമായി യോജിപ്പുള്ള ക്ലാസ്മേറ്റ്സുമായിട്ട് നമ്മൾ പിന്നെയും ബന്ധം സൂക്ഷിക്കും. അല്ലാത്തവരായിട്ട് നിങ്ങൾക്ക് സൗഹൃദം ഉണ്ടായിക്കോട്ടെ, സൗഹൃദം ടെലിഫോണിൽ ഒതുക്കിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനത്തില്, പിന്നെ സ്വകാര്യമായ ജീവിതത്തില് ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ടി വിളിക്കുകയോ അതിന്റെ തെറ്റാണ് എന്റെ അഭിപ്രായത്തിൽ. പക്ഷെ എങ്കിൽ പോലും പരസ്യമായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം 4 കുടുംബക്കാരും മാത്രമുള്ള സംഭവമാണെങ്കിൽ മുന്നോട്ട് നമുക്ക് RSS സുഹൃത്തുക്കളുണ്ടല്ലോ എന്ന് വെച്ച് പരസ്യമായി എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും താല്പര്യമില്ലാത്തൊരു സംഭവമാണ് ഞാൻ ഒരു RSSകാരൻ ആണെന്നോ ഒരു RSS ചായവുള്ള വ്യക്തിയാണെന്നോ അറിയപ്പെടുന്നതിൽ. അത് നമ്മളുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിന്റെ മരണമാണ്. മനസ്സിലല്ലേ? പിന്നെ നമുക്കൊരു പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. നമ്മൾ ഇന്നേ വരെ പറഞ്ഞുകൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളെയും തിരസ്കരിക്കുന്ന ഒരു ഏർപ്പാടായി മാറും അത്. നമുക്കൊരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുമായി. കാരണം
അറിയാലോ, അതിന് പ്രത്യേകിച്ച് കാരണത്തിന്റെ ഒരു ആവശ്യമൊന്നുമില്ല. നമ്മുടെ സമൂഹത്തിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതൊക്കെ വായിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത സ്ഥാപനങ്ങളാണ് തീവ്ര വർഗീയ സംഘടനകളൊക്കെ തന്നെ. RSS മാത്രമല്ല, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിന്റെ കാര്യമായിക്കോട്ടെ, മറ്റേതു തീവ്ര വർഗീയ സംഘടനകളൊക്കെ തന്നെ ഈ ഗണത്തിൽപ്പെടുന്ന സംഭവങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉം. അപ്പോ എന്ത് നടപടിയാണ് ഇതിനെതിരെ എടുക്കാൻ പറ്റുക? ഇപ്പൊ RSSുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ADGP അജിത് കുമാറിനെതിരെ നടപടി എടുക്കാൻ പറ്റുമോ? നടപടി എന്ന് പറയുന്നത്, പിന്നെ നമുക്കിപ്പം ഒരു ജഡ്ജിന്റെ മകൻ ജഡ്ജിന് മുമ്പിൽ അപ്പിയർ ചെയ്യുന്നു, അച്ഛന്റെ മുമ്പിൽ ഒരു വക്കീലായി അപ്പിയർ ചെയ്യുന്നു, നിയമപരമായ തടസ്സമില്ല. അത് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഓഫ്കോഴ്സ് ചില ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു എന്തൊക്കെയാണ് പാലിക്കേണ്ടത് എന്നുള്ള ഒരു പൊതു ധാർമ്മിക മൂല്യങ്ങൾ, വലിയ ജുഡീഷ്യൽ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അച്ഛൻ അങ്ങനെ അപ്പിയർ ചെയ്യാറില്ല. എന്തെങ്കിലും ബന്ധുക്കളുടെ മുമ്പിലും മറ്റൊക്കെ അപ്പിയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ക്ലോസ് സുഹൃത്തുക്കളുടെ മുമ്പിൽ അപ്പിയർ ചെയ്യാറുണ്ട്. അപ്പം ഇതിനൊക്കെ നിയമപരമായി നമുക്ക് എന്താ പറയേണ്ടത് എഴുതി വെച്ചിട്ടില്ല. ഉദാഹരണത്തിന്, ഗവർണർ ഇപ്പൊ കാട്ടിക്കൂട്ടിക്കുന്ന കുറെ അഭ്യാസങ്ങളുണ്ടല്ലോ, ഗവർണർ അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഗവർണർ പൊളിറ്റിക്സിൽ ഇടപെടാൻ പാടില്ല എന്നൊക്കെ എഴുതി വെക്കാത്ത എന്തുകൊണ്ടാണ്? കാരണം ഈ ഹൈ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് അല്ലെങ്കിൽ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കില്ല എന്നുള്ള ഒരു ബോധം ഈ ഭരണഘടന ഉണ്ടാക്കിയ സമയത്തുണ്ട്. അതായത് രാഷ്ട്രപതി തോന്നിവാസം കാണിക്കില്ല, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ തോന്നിവാസം കാണിക്കില്ല, ഗവർണർ തോന്നിവാസം കാണിക്കില്ല, അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തോന്നിവാസം കാണിക്കില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് എഴുതി വെച്ചിട്ടില്ല. അതേസമയം ഒരു LD ക്ലർക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം കോൺഫിഡൻസ് ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കോൺഫിഡൻസ് ഇവരെ പുറത്തുണ്ട്. ആ കോൺഫിഡൻസിനെയാണ് ഇവർ ബ്രേക്ക് ചെയ്യുന്നത്, ആ വിശ്വാസതയാണ് ഇവർ തകർക്കുന്നത്. ഇപ്പൊ ജഡ്ജിമാർ ഓരോരുത്തരായിട്ട് BJPയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ആശങ്ക ഉണ്ടാവുന്നുണ്ട്. അവർ ജഡ്ജിമാരായിരുന്ന സമയത്ത് എന്തായിരുന്നു ആ ജഡ്ജ്മെന്റ്, എങ്ങനെയായിരുന്നിരിക്കും, മനുഷ്യർക്ക് അവരുടെ മുന്നിലെത്തിയ മനുഷ്യർക്ക് നീതി കിട്ടിയോ എന്നുള്ള കാര്യത്തില് ഈ അടുത്തായിട്ട് അത് കൂടി വരികയും ചെയ്യാണ് എണ്ണം. ഓരോ മാസത്തിൽ ഒരാളെങ്കിലും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ 2014 ശേഷം മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെയധികം സ്ക്രീനിങ് നടക്കുന്നുണ്ട്, ആരൊക്കെ ആയിരിക്കണം ജഡ്ജസ് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ സ്വാഭാവികമായും പരസ്യമായി ഒരു സെക്യുലർ നിലപാടുള്ള ആൾക്കാരെ ഭരണകൂടത്തിന് ഇഷ്ടമല്ല. സെക്യുലർ നിലപാട്, വേറെന്തെങ്കിലും നിലപാടല്ല, രാഷ്ട്രീയ നിലപാടല്ല, സെക്യുലർ നിലപാടുള്ള ആൾക്കാരെ തന്നെ ഇഷ്ടമല്ല. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിൽ ഒരു സ്ക്രീനിങ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജഡ്ജസ് അപ്പോയിന്റ്മെന്റിൽ പൂർണ്ണമായും ഗവൺമെന്റിന് റോളില്ല. ജഡ്ജസ് അപ്പോയിന്റ്മെന്റിൽ കോടതികൾക്കും മുതിർന്ന ജഡ്ജിമാർക്കും ആണ് അതിനകത്ത് റോൾ ഉള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം 5 പേരുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ ഈ ഭരണകൂടം എന്ത് പറയും? ഇപ്പൊ ഉദാഹരണത്തിന് സംഘപരിവാർ പറയും, നോക്കൂ ഇന്ന ആളെയും കൂടെ എടുക്കണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെയും കൂടെ എടുക്കണം. അവർ തുറന്ന സംഘപരിവാർ പ്രവർത്തകരായിരിക്കും. അപ്പം ഇത് മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഈ 5 പേരുടെ അംഗീകാരം കിട്ടണമെങ്കിൽ അവർ പറയുന്ന ആളെ, അപ്പൊ ഒരു 3 പേര് അല്ലെങ്കിൽ 2 പേര് സെക്യുലറും ഒരു 3 പേര് അവർ പറയുന്ന ആൾക്കാരും നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രമേ അപ്പോയിന്റ്മെന്റ് ത്രൂ ആവുള്ളൂ. അല്ലെങ്കിൽ ഈ അപ്പോയിന്റ്മെന്റ് നിർദ്ദേശം കൊടുത്തിട്ട് ഇത് 2 വർഷം അവിടെ കിടക്കും നിയമ മന്ത്രാലയത്തിൽ, പിന്നെ ഒരു അപ്പോയിന്റ്മെന്റ്സും നടക്കില്ല. അപ്പം അതായിരുന്നു ജസ്റ്റിസ് താക്കൂറിന്റെ കാലഘട്ടത്തിൽ ഒരു അപ്പോയിന്റ്മെന്റ്സും നടന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് നടക്കണമെങ്കിൽ ഈ വിലപേശകളിൽ ഗവൺമെന്റിന് വഴങ്ങിക്കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. പിന്നെ ജഡ്ജസ് ആവുന്ന ആൾക്കാരുടെ ക്വാളിറ്റി, ചില ആൾക്കാർ പിന്നെ പൊളിറ്റിക്കൽ ജീവികളാണ്. ഇപ്പൊ RSSകാർ ജഡ്ജ് ആവുകയാണെങ്കിലും അവർ പൊളിറ്റിക്കൽ ആൾക്കാരാണ്. ബേസിക്കലി ഈ പൊളിറ്റിക്കൽ ആയിരിക്കണം ആൾക്കാർ. അത് ഏത് പൊളിറ്റിക്സ് ആണ് എന്നുള്ളത് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യുന്ന സംഭവമാണ്. അപ്പം ഇത്തരത്തിലുള്ള ജഡ്ജസിന് ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ബെറ്റർ ഔട്ട്ലുക്ക് ഉണ്ടാവും സൊസൈറ്റിനെ പറ്റിയിട്ട്. സാധാരണ ഇതിൽ പിന്നെ എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, RSSകാരായിട്ടുള്ള ആൾക്കാർക്ക് ബെറ്റർ ഔട്ട്ലുക്ക് ഉണ്ടാവും എന്ന രീതിയിലുള്ള ഞാൻ പറഞ്ഞു വരുന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം നല്ലതായിരിക്കും. പൊളിറ്റിക്കൽ ആവണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? പൊളിറ്റിക്കൽ ആവണം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നല്ലല്ലോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം. അതെ, അല്ലാണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല ഞാൻ പറഞ്ഞത്. പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്സും രണ്ടും രണ്ടാണ്. അപ്പം നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളായിരിക്കണം ജഡ്ജസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ഒഫൻസ് നടക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഇടപെടും, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിക്കുന്നു ഒരു റോഡിൽ വെച്ച്, നമ്മൾ
ബലപ്രയോഗം നടത്തി നമ്മളതിനെ കൺട്രോൾ ചെയ്ത് അവനെ, അപ്പൊ നമുക്ക് ചിലപ്പോൾ അടി കിട്ടും, ചിലപ്പം അവന് നമ്മൾ അടി കൊടുക്കേണ്ടിയും വരും ഒരു അവസ്ഥയിൽ. നാളെ എന്താ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ, നാളെ ഒരു കേസ് വരും. അപ്പൊ അവൻ നമുക്ക് ഇങ്ങോട്ടൊരു കേസ് തരും, അതായത് എന്നെ അവൻ മർദ്ദിക്കാൻ ശ്രമിച്ചു. എനിക്ക് ജഡ്ജാവാൻ താല്പര്യമുള്ള വ്യക്തിയായിരിക്കും. ഞാൻ ജഡ്ജാവാൻ പോലും പറ്റില്ല, നീ നടു റോഡിൽ കൂടി അടിയുണ്ടാക്കിയ ഒരു വ്യക്തിയാണ്, നീ ജഡ്ജാവാൻ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ ഒരു കരി നിയമത്തിനെതിരെ നമ്മൾ വിദ്യാർത്ഥി കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വക്കീലായിരുന്നുകൊണ്ട് തന്നെ, വക്കീലന്മാരുടെ ഉത്തരവാദിത്തമാണ് കരി നിയമങ്ങൾക്കെതിരെ പോരാടുക എന്നുള്ളത്. അപ്പൊ ഒരു കരി നിയമത്തിനെതിരെ നമ്മൾ ശബ്ദമുയർത്തുന്നു, പ്രകടനം നടത്തുന്നു, സ്വാഭാവികമായിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കാരണം ഭരണകൂടം എപ്പോഴും അവർക്ക് എന്തെങ്കിലും സെക്ഷൻസ് കണ്ടെത്തി നമുക്കെതിരെ കേസ് നടത്താം. അത് ഒരു എന്താണ്, അതൊരു ഡീമെറിറ്റ്. അതൊരാളെ ഓക്കെ, ഇവനെതിരെ പോലീസ് കേസുണ്ട്, ഇവൻ നിയമം ലംഘിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് ജഡ്ജാവാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജഡ്ജാവാൻ പോകുന്ന ആൾക്കാരെന്ത് ചെയ്യും? നിലപാടുകൾ, ഞാൻ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്നവരല്ല, നിലപാടുകൾ ഇല്ലാത്തവരായി മാറും. കാരണം നിലപാടുകൾ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൺവിക്ഷൻ അനുസരിച്ച് നിങ്ങൾ നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശത്രുത ഉണ്ടാവും. നിങ്ങൾക്കൊരു നമ്മളുടെ സെൻസിൽ വിജയിക്കാൻ പറ്റില്ല ജീവിതത്തിൽ. അതായത് സാമ്പത്തിക സുരക്ഷിതത്വവും വലിയ വലിയ ബന്ധങ്ങളും നിങ്ങൾ എത്തിപ്പെടേണ്ട സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥ നിലപാടുകൾ എടുക്കുമ്പോൾ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന വ്യക്തികൾ ഇത്തരത്തിലുള്ള ഈ മത്സര അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിഗണനയിൽ നിന്ന് തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു നിലപാടും ഇല്ലാത്ത, മുമ്പിൽ കൊലപാതകം നടന്നാലും തിരിഞ്ഞു നടക്കുന്ന, അയ്യോ എന്നെ സമയത്തുള്ള ഇതൊന്നും ബാധകമാവാൻ പാടില്ല, ഞാൻ വളരെ സമൂഹത്തിൽ നല്ല കുട്ടിയായി ജീവിച്ചാൽ മാത്രമേ എന്നെ ഈ യജമാനന്മാർ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ നിലപാടുകൾ ഇല്ലാത്ത വ്യക്തിയായി എന്ത് ചെയ്യും? നിലപാടുകൾ ഇല്ലാത്ത കുറേ ആൾക്കാർ ഈ അടുത്ത കാലത്ത് എൻ്റെ കുറേ സുഹൃത്തുക്കൾ, കാരണം നമ്മൾ കേരളത്തിന് വ്യത്യസ്തമായി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരെ വിവിധ ഹൈക്കോടതികളിൽ ജഡ്ജസായി അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അപ്പൊ എൻ്റെ കുറേ സുഹൃത്തുക്കൾ വിവിധ ഹൈക്കോടതികളിൽ ജഡ്ജസായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളിൽ. ഇവരിൽ കുറേ ആൾക്കാർ നിലപാടുകളില്ലാത്തവരാണ്, കടുത്ത ജാതീയത ഉള്ള വ്യക്തികളാണ്, കടുത്ത അന്ധവിശ്വാസം ഫോളോ ചെയ്യുന്ന, കാരണം ഭയങ്കര ലക്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഏത് ആ ദൈവം അങ്ങ്, ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷെ ദൈവത്തിൽ ഇങ്ങനെ ഇതെല്ലാം ലക്ക് കൊണ്ട് മാത്രം സംഭവിക്കുന്ന, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലുമായി ബന്ധപ്പെട്ട എല്ലാ അന്ധവിശ്വാസങ്ങളിലും വീണ് കിടക്കുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ ജഡ്ജസായി മാറിയിട്ടുള്ളത്. ഉദാഹരണത്തിന് എനിക്കറിയാം ഒരു ജഡ്ജിന്റെ കാര്യം, ഞാൻ ഒരു ദിവസം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള സംഭവമാണ്. ഒരു പെൺകുട്ടിക്ക്, കർണാടകയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിക്ക് ഡൽഹിയിൽ വന്നു, 10-15 വർഷം മുമ്പ് നടന്ന സംഭവമാണ്, 10-18 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഒരു സീനിയർ ഒരു വക്കീലിനെ വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, ആരെങ്കിലും ശരിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വക്കീലിന്റെ ഓഫീസിൽ വേക്കൻസി ഉണ്ട്, ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ പെൺകുട്ടിയും കൂട്ടി ആ വക്കീലിന്റെ ഓഫീസിൽ പോയി. വക്കീലിന്റെ ഓഫീസിൽ പോയ സമയത്ത് ഇയാൾ പറഞ്ഞു, നിന്റെ ജാതകം കൊണ്ടാണെന്ന് പറഞ്ഞു. ഹിന്ദിക്കാരനാട്ടോ, നിന്റെ മധ്യപ്രദേശുകാരൻ, നിന്റെ ജാതകം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചു, എന്തിനാ? അല്ല, എന്റെ ഓഫീസിൽ നീ ഇരിക്കുവാണെങ്കിൽ എന്റെ ജാതകവുമായി ചേർന്നില്ലെങ്കിൽ എന്റെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യും, എന്റെ വക്കീൽ പണീനെ എഫക്ട് ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടി സ്വാഭാവികം ഇതാണല്ലോ, പോയി ജാതകം കൊണ്ടു കൊടുത്തു. ഇയാള് ജാതകം നോക്കി പരിശോധിച്ചു, പ്രശ്നമില്ല. അയാൾ ഒരു ജാതകക്കാരനും കൂടിയാണ്. അപ്പം പിന്നീട് ഞാൻ മനസ്സിലായി, ഇയാൾ ഒരു പ്രശസ്തനായിട്ടുള്ള വക്കീലും പ്ലസ് ജാതകം നോക്കുന്ന ഈ വ്യക്തിയും കൂടിയാണ്. ഇയാൾ ആ കുട്ടീനെ എടുത്തു. ഇയാൾക്ക് അന്നത്തെ ഒരു ചീഫ് ജസ്റ്റിസ് ഭയങ്കര ജാതക വിശ്വാസിയായിരുന്നു. ഇയാൾ മൂപ്പരെ കുപ്പിയിലാക്കി. എന്നിട്ട് ഹൈക്കോടതി ജഡ്ജായി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് പിന്നീട് റിട്ടയർ ചെയ്തു. അപ്പൊ ഇതെനിക്ക് നേരിട്ട് പരിചയമുള്ള അനുഭവമുള്ള ഒരു കാര്യമാണിത്, മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാര് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സിസ്റ്റത്തിൽ കടന്നുകൂടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും തമാശയുള്ള. പ്രേക്ഷകർക്ക് ഒരു ടാസ്ക് ഉണ്ട്, ഇതാരാന്ന് കണ്ടുപിടിക്കുക. പേരൊക്കെ ഞാൻ തരാം, അതൊക്കെ എനിക്ക് പേര് പറയുന്നതൊന്നും യാതൊരു മടിയില്ല, കാരണം ഞാൻ വിറ്റ്നസ് ആണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള സംഭവമാണ്. എനിക്ക് അയാളെ കോൺഫിഡന്റ് ചെയ്യാൻ പോലും ഒരു മടിയുമില്ല. ഓഫ്കോഴ്സ് അയാൾക്കൊന്നും ജുഡീഷ്യലിൽ ഒരു പേരും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. ഇത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ആൾക്കാർ ജഡ്ജ് ആയി കഴിഞ്ഞാൽ ഇത്രയല്ലേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പൊ രാഷ്ട്രീയ ബോധമുള്ള ആളുകളായിരിക്കണം ജഡ്ജിമാരായി വരുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ ഒരാളുടെ മുന്നിലാണ് ഒമർ ഖാലിദിന്റെ ഒക്കെ പോലത്തെ കേസുകൾ വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ജാമ്യം കിട്ടില്ലേ? തീർച്ചയായും കിട്ടേണ്ടതാണ്. കാരണം പക്ഷേ ഈ ജഡ്ജസ് എന്ന് വെച്ചാൽ ജഡ്ജസിന് മുമ്പിൽ കുറേ മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു 360 വ്യൂ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ സമയത്തുള്ള ഉമർ ഖാലിദ് ജാമ്യം കിട്ടണം, അയാളെന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്, നേരെ ജാമ്യം കൊടുക്കേണ്ട വകുപ്പല്ലേ അത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ അധികാര സ്ഥാപനത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ നിയമം മാത്രമല്ല, കുറേ ആംഗിൾസ് കടന്നു വരും.
ഉദാഹരണത്തിന് ഇപ്പൊ എന്തുകൊണ്ടാണ് ട്രയൽ കോർട്ടിൽ മിക്ക ജഡ്ജസും ജാമ്യം PMLA കേസുകളിലും മറ്റിലും ജാമ്യം നിശ്ചയിക്കുന്നത്? അവർക്കറിയാം, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അന്തസത്ത അനുസരിച്ചിട്ട് ഇവർക്ക് ജാമ്യം കൊടുക്കേണ്ടതാണ് എന്നവർക്കറിയാം. പക്ഷെ കൊടുക്കില്ല. കാരണം ഇവരെ നോക്കുന്ന ഈ ജ്യോതിഷികളുണ്ടല്ലോ, മുകളിലിരിക്കുന്ന ചില കക്ഷികൾ, ഇവര് ഇവർക്ക് എഗേൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇവൻ കുറച്ച് സെക്യുലറായി പോയിട്ടുണ്ടോ, ഇവനെ സൂക്ഷിക്കണമല്ലോ എന്ന രീതിയിൽ ഇവർക്കെതിരെ ബാഡ് റിമാർക്ക് വരുമെന്ന് പേടിച്ചിട്ടാണ് ജാമ്യം കൊടുക്കാതിരിക്കുന്നത്. ഈ അല്ല, പ്രോസസ്സ് ജാമ്യം ഈ ചെയ്യുന്നില്ല. അവകാശമാണ് എന്നൊക്കെ പറയുന്നില്ലേ? എന്നിട്ട് അങ്ങനെയൊക്കെയല്ലേ പറയുന്നേ? അവകാശമാണ് ജാമ്യം നമ്മൾ തന്നെ ഈ ജാമ്യത്തിന് കോഴ്സ് വക്കീൽ എന്ന നിലയിൽ ജാമ്യത്തിനെതിരെയും ജാമ്യത്തിന് അനുകൂലമായിട്ട് നമ്മൾ വാദിക്കും, അത് വേറെ കേസ്. പക്ഷേ ഈ ജാമ്യം എന്ന് പറഞ്ഞാൽ തന്നെ ബേസിക്കലി എന്താണ്? നിങ്ങളെ ചാർജ് ചെയ്യുന്നു, നിങ്ങള് നാളെ കൺവിക്ഷൻ നടത്തി അയാൾ വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല, അതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്, നിങ്ങൾ നാളെ അയാൾ കുറ്റക്കാരനാണെന്ന് ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷിക്കാൻ അയാൾ സ്ഥലത്തുണ്ടാവണം, അയാൾ അവൈലബിൾ ആയിരിക്കണം. ആ സമയത്ത് അയാൾ അമേരിക്കയിലാണ് ദുബായിലാണെന്ന് പറയാൻ പറ്റില്ല, അയാളെ പോലീസിന് പിടിച്ച് അകത്തിടാൻ പറ്റണം നമുക്ക്. അത്രയേ ഉള്ളൂ ജാമ്യം. അപ്പൊ ഈ ട്രയലില് വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ള സംഭവം മാത്രമാണ്. പക്ഷെ ഇപ്പൊ എന്താ സംബന്ധിച്ച് ജാമ്യം നിഷേധിക്കുക എന്ന് പറയുമ്പോൾ ജാമ്യം കൊടുക്കാതിരുന്നിട്ട് അതൊരു പണിഷ്മെന്റ് ആക്കി മാറ്റുന്നുണ്ട്. ഏത് ജാമ്യം കൊടുക്കാതിരിക്കുമ്പോൾ അതിനൊരു പണിഷ്മെന്റ് ആയി കാണുന്ന രീതിയിൽ. അല്ല, ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടാതിരിക്കും. മറ്റേ കുട്ടി പറഞ്ഞാൽ ചിലർക്ക് കിട്ടും, കിട്ടാതിരിക്കും ചെയ്യണം കൂടെ പ്രശ്നമാണ്. ഇപ്പൊ ഒമർ ഖാലിദിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഷഹല ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോ BJPയുടെ കാൻഡിഡേറ്റ് ആയി കാശ്മീരിൽ മത്സരിക്കും എന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്ന ഷഹല റാഷിദ് അപ്പുറത്ത്, ഇപ്പുറത്ത് ഒമർ ഖാലിദ് ഒരു ജാമ്യം പോലും കിട്ടാൻ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. കമ്പാരിസൺ. തീർച്ചയായും ഞാൻ ജഡ്ജാണെങ്കിൽ 5 മിനിറ്റിനകത്ത് ജാമ്യം കൊടുക്കും. ഇത് അത് ജാമ്യം കൊടുക്കേണ്ട കേസാണ്, ഒന്നും സംഭവിക്കാനില്ല. അപ്പൊ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതെ, പല കേസുകളിലും കൊടുക്കേണ്ടതാണ്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു ബോൾഡായി ഇപ്പം. പക്ഷെ എന്താ വെച്ചാൽ ഭാഗ്യവശാൽ ഇപ്പൊ 4-5 PMLA കേസുകൾ സുപ്രീം കോടതിയിൽ വന്നു, അവർക്കത് മനസ്സിലായി. കാരണം ഭയങ്കരമായ രീതിയിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ കേസുകൾ. അതുകൊണ്ട് ഇപ്പൊ അടുത്ത കാലത്തായി ഇപ്പം മറ്റേ തെലുങ്കാന മറ്റേ നമ്മളെ കനക, അവർ പേരെന്തായിരുന്നു? കവിത. കനക, സോറി, കവിതയുടെ കേസിൽ തന്നെ ജഡ്ജസ് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, ഹൈക്കോടതിനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പം അവർക്ക് ജാമ്യം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ട്രെൻഡ് ഭാഗ്യവശാല് വരുന്നുണ്ട്. അല്ല, സഞ്ജീവ് ഭട്ട് അകത്ത് കിടക്കുകയാണ് എത്രയോ കാലമായിട്ട്. കെജ്രിവാൾ അതുപോലെ കിടന്നു പോകുമെന്ന് നമ്മൾ സംശയിക്കുന്ന സാഹചര്യമുണ്ട്. ആണ് അരവിന്ദ് കെജ്രിവാൾ. കേജ്രിവാൾ, അവർക്കത് നന്നായി അറിയാം. ഇപ്പൊ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഉദാഹരണത്തിന് ഭരണവർഗത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ കേജ്രിവാളിന്റെ ഏറ്റവും വലിയ കുഴപ്പം, കേജ്രിവാൾ വൺ മാൻ പാർട്ടി ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പൊ മമത, ഉദാഹരണത്തിന് ഈ പാർട്ടികളൊക്കെ തന്നെ കേജ്രിവാൾ ഒരു ദേശീയ സ്വഭാവം പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ പോലും അതൊരു വൺ മാൻ പാർട്ടിയായി മാറ്റി കേജ്രിവാൾ. അങ്ങനെ മാറ്റിയ സമയത്ത് കേജ്രിവാളിന് അകത്തിട്ട് ആ പാർട്ടീനെ തകർക്കാൻ പറ്റുന്നുള്ളത് വളരെയധികം മനസ്സിലാക്കി. അതാണ്. അപ്പൊ അത് ആ പാർട്ടി സ്ട്രക്ചർ ബിൽഡ് ചെയ്തതിനും വലിയൊരു തെറ്റുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പണ്ട് കേജ്രിവാൾ വരുന്ന സമയത്ത്, ഞാനൊക്കെ ഡൽഹി ഇലക്ഷനിൽ പിന്നെ കേജ്രിവാളിന് വേണ്ടിയിട്ട്, കാരണം നമുക്ക് വേറെ ആരും ഇല്ലല്ലോ, കേജ്രിവാളിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ. അപ്പം പിന്നീട് കേജ്രിവാളിനെ പറ്റിയിട്ട് വലിയ ഹോർഡിങ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു അല്ലെങ്കിൽ BJPന്റെ ഒരു പ്രവർത്തന ശൈലിയാണ്, ഒരു ലോക്കൽ യങ് ലീഡറിന് ലീഡർ ആവണമെങ്കിൽ അവൻ കുറെ പൈസ അവിടുന്ന് ഇവിടുന്ന് ഉണ്ടാക്കിയതിനു ശേഷം ഒരു 50,000-ന്റെ 1,00,000-ന്റെയോ ബോർഡ്, അതിൽ അവന്റെ ഫോട്ടോ, അതിന്റെ ഒപ്പം തന്നെ പിന്നെ മറ്റു ആൾക്കാരെ കുറെ എല്ലാ നേതാക്കന്മാരെ, അതുപോലെ തന്നെ ഈ ഇങ്ങനത്തെ ആൾക്കാരുടെ ഫോട്ടോ, അതിനോടൊപ്പം തന്നെ കേജ്രിവാളിന്റെ ഫോട്ടോ വെച്ച് വലിയ ഹോർഡിങ്സ്. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും ഇതുപോലത്തെ സംഭവങ്ങളിലേക്ക്, അഫ്കോഴ്സ് ഈ ആള് വെച്ച് കൂടെ ഇന്ന ആൾക്കാരെ വെച്ചിട്ടുള്ള ആ പ്രവണത എത്തിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മള് ഭയങ്കരമായി ഹോർഡിങ്സിലേക്കും മറ്റുള്ള സംഭവങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സഞ്ജീവ് ഭട്ട് എന്തുകൊണ്ടാണ് അകത്ത് കിടക്കുന്നത്? ഈ സഞ്ജീവ് ഭട്ടിന്റെ കാര്യത്തില് കുറെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊരു എന്താ പറയേണ്ടത്, ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് സഞ്ജീവ് ഭട്ട് ഭരണപക്ഷത്തിന്റെ കൂടെയായിരുന്നു എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് ഓഫ് കോഴ്സ് എല്ലാ മനുഷ്യനും അവരുടേതായ ഒരു പ്രയാണം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ സഞ്ജീവ് ഭട്ടിനെതിരെ നടക്കുന്ന നടപടികൾ പ്രതികാര ഛായയുള്ള നടപടികളാണ്. അതായത് അന്ന് അങ്ങനെയാണെങ്കിൽ പോലും പിന്നീട് പ്രതികാര ഛായയുള്ള നടപടികളൊക്കെ തന്നെയാണ് സഞ്ജീവ് ഭട്ടിനെതിരെ ചുമത്തിയിട്ടുള്ളത്. പക്ഷെ അതൊക്കെ എന്താ പറയേണ്ടത്, അത്തരത്തില് പിന്നെ കോടതിയും പ്രോ ആക്റ്റീവായ സഞ്ജീവ് ഭട്ടിന്റെ കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണ്. കാരണം ഒരു വ്യക്തി ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ ഭരണാധികാരിക്കെതിരെ എന്നുകൊണ്ട് അയാൾ ക്രൂശിക്കപ്പെടുകയാണോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ സഞ്ജീവ് ഭട്ടിന്റെ കേസിൽ കൂടുതൽ ഫാസ്റ്റായി നിലപാടെടുക്കേണ്ടത് ഒരു കോടതിയെ സംബന്ധിച്ചോളം ഉത്തരവാദിത്വമുണ്ട്. കാരണം ജനങ്ങളുടെ മുമ്പിലോട്ട് പറയണം, ഞങ്ങളെ സംബന്ധിച്ചോളം
അങ്ങനൊരു നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രതിച്ഛായപ്പുണ്ട്, സഞ്ജീവ് ഭട്ടിന്റെ കേസിൽ അയാളെ കുടുക്കിയതാണ് എന്നുള്ളൊരു പ്രതിച്ഛായയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കേസ് എത്രയും പെട്ടെന്ന് നോക്കി കണ്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ജഡ്ജസിന് തോന്നുന്നൊരു സംഭവമാണ്. ഇപ്പോ സഞ്ജീവ് ഭട്ടിന്റെയും ഒമർ ഖാലിദിന്റെയും ഒക്കെ ഭരണകൂട ഭീകരതയായിട്ടും ഭരണത്തിനെതിരായി നിൽക്കുന്നവർക്ക് കിട്ടുന്ന ശിക്ഷയായിട്ട് ആളുകൾ കണക്കാക്കുമ്പോൾ തന്നെ ഒരുപാട് മലയാളികൾ കരുതുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പിണറായി വിജയൻ എന്തോ പ്രത്യേക ഒരു ആനുകൂല്യം കിട്ടുന്നു, അദ്ദേഹത്തിന്റെ SNC ലാവലിന്റെ കേസ് എല്ലായ്പ്പോഴും മാറ്റി വെക്കപ്പെടുന്നു എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് SNC അത് ലാവലിന്റെ കേസ് അത് കോടതിയിൽ വിചാരണയ്ക്ക് വരാത്തത്? അതും ശുദ്ധ അസംബന്ധമാണ്. അത് കരിക്കും പറഞ്ഞാല് ഈ ഒന്നാമത് ഈ കോടതി നടപടികൾ എന്ന് പറയുന്നത് വളരെയധികം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈ കോടതി പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം SNC ലാവലിന്റെ കേസുകളാണെങ്കിൽ ഇപ്പം വെറുതെ വിട്ട് ഇപ്പം ശ്രീ പിണറായി വിജയൻ ജനങ്ങളുടെ ഒരു പ്രതിയല്ല, വെറുതെ വിട്ടൊരു കേസാണ്. സുപ്രീം കോർട്ടിൽ 10-45 തവണയിൽ കൂടുതൽ ഈ സാധനം അഡ്ജേൺ ചെയ്തു പോയി. 2-3 പ്രാവശ്യം ഇത് ആർഗ്യുവാൻ എടുക്കുന്ന സമയത്ത് അത് കേട്ട ജഡ്ജസ് ഇതിനകത്ത് കഥയില്ല, ഇത് ഇത് വെറുതെ വിടാൻ യോഗ്യതയുള്ള അപ്പൊ തന്നെ ഡിസ്മിസ് ചെയ്യേണ്ട കേസാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് അത് CBI എന്ത് ചെയ്തു, മാറ്റിച്ചു. കാരണം ആ സമയത്തെ തീരുവാണെങ്കിൽ ഇതൊരു വാളായി നിലനിർത്താൻ പറ്റില്ലല്ലോ. ഇത് അപ്പൊ എന്ന് അന്ന് വെച്ചാല് ആളുകൾ മനസ്സിലാക്കുന്ന അല്ല, അതിന്റെ മറിച്ചാണ് കാര്യം. ഇത് അതാണ്. ഇപ്പൊ ഉടനെ ഉദാഹരണത്തിന് ഞാൻ തള്ളിപ്പോകുന്ന പറഞ്ഞുതരാം. കേസാണ്, ഉദാഹരണത്തിന് ഞാൻ പറയാം. ാത്തത് കൊണ്ട് നിന്നു പോന്നു. ജസ്റ്റിസ് ലളിതിന്റെ മുമ്പിൽ ജസ്റ്റിസ് ലളിത് എന്ന് പറയുന്ന കുറച്ചൊരു പിന്നെ ഇതുമായി ആഭിമുഖ്യമുള്ള ജസ്റ്റിസ് ലളിതിന്റെ അച്ഛൻ വലിയ RSS പ്രവർത്തകനായിരുന്നു. ജസ്റ്റിസ് ലളിത് അതിവക്ത പരിഷത്തിന്റെയും RSS ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പക്ഷെ വളരെ നല്ലൊരു ന്യായാധിപനായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പാർട്ട് ഫ്രം ഞാനതാ പറഞ്ഞത്, പൊളിറ്റിക്കൽ അപ്പാർട്ട്. അപ്പം കുറച്ച് 1-2 പ്രശ്നങ്ങളുണ്ട്, അതവിടെ പിന്നീടൊരു കാര്യം. അപ്പൊ അദ്ദേഹം തന്നെ ഇതിനകത്ത് എന്താ കഥയുള്ളതെന്ന് പറഞ്ഞു ഒരു വശത്തെ സമയത്ത്. അപ്പൊ തന്നെ CBI വരച്ചു. ആ സമയത്ത് അങ്ങ് ഡിസ്മിസ് ചെയ്ത പിന്നെ ഇവർക്ക് യാതൊരു ഹോൾഡും ഇല്ലാത്ത അവസ്ഥയായി. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ 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 മാറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു നാട്ടിൽ എന്താണ് പറയുന്നത്, ഓ പിണറായി വിജയൻ മാറ്റി ഒരു കേസ് വെക്കുന്നു. പിടിക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ഇദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ അവിടെ കാത്തു നിൽക്കുക, ഒരു വടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിനിടയിൽ ഇങ്ങനെയുള്ള ഒരു നറേഷൻ കൊണ്ടുവരികയാണ്. കാരണം കോടതിക്കുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരാണ് ഇത് മാറ്റി കൊണ്ടുപോയത്? ഇപ്പൊ അടിസ്ഥാനപരമായി ഇവരാരും എഴുതില്ല ആരാണ് ഈ 45 പ്രാവശ്യം മാറ്റി. ഈ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാറ്റുന്നതും ഇതുപോലത്തെ വളരെ ആർഗ്യ ചെയ്യാൻ സ്കോപ്പുള്ള അല്ലെങ്കിൽ കൂടുതൽ ആർഗ്യ ചെയ്യേണ്ട കേസുകളൊക്കെ, പ്രത്യേകിച്ചും ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സും മറ്റവരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കേസുകൾ ആർഗ്യ ചെയ്യണമെങ്കിൽ ചില സമയത്ത് ഈ മൺഡേ വെനസ്ഡേ എന്ന് പറയുന്നത്, മൺഡേ ഫ്രൈഡേ സുപ്രീം കോടതിയിൽ ഫ്രഷ് മാറ്റേഴ്സ് ആണ് വരിക. അതായത് ഇപ്പൊ നമ്മൾ ഫയൽ ചെയ്തു, സുനിതക്ക് ആളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നാളെ ഫയൽ ചെയ്തു, ആ കേസുകൾ നേരെ കയറി വരും, ഒരു 10 ദിവസത്തിനകത്ത് കയറി വരും. അത് മൺഡേ ഫ്രൈഡേ. പിന്നെ ഒന്ന് കുറച്ചും കൂടെ കേൾക്കാൻ സാധ്യതയുള്ള കേസുകൾ കുറച്ചും കൂടെ കേൾക്കാൻ സാധിച്ചാൽ ട്യൂസ്ഡേയിൽ കയറി വരും. അതായത് കുറച്ച് സമയം എടുക്കുന്നത്. അതേസമയം വളരെ ലെങ്തി ആയിട്ട് കേൾക്കേണ്ട കേസുകൾ വെനസ്ഡേ തേഴ്സ്ഡേ ബുധനാഴ്ച വ്യാഴാഴ്ച കയറി വരും. അതിൽ ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട കേസ്, ഇപ്പൊ കേജ്രിവാളിന്റെ കേസ് രാവിലെ എടുത്തു, അതൊരു ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ 101 ആണ് കേജ്രിവാളിന്റെ കേസ്. ചില സമയത്ത് ലാവലിൻ കേസ് 115ാമത്തെ കേസായിരിക്കും അന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് ആ കേസ് എടുക്കുമ്പോഴേക്കും അന്നത്തെ ദിവസം തീർന്നു, പിന്നെ ആ കേസ് മാറി. മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെ കോടതിക്ക് കേസ് എടുക്കാൻ പറ്റാത്ത, കോടതിക്ക് കേസ് എടുക്കാൻ സമയമില്ലാത്ത കുറെ കേസുകളുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിനകത്ത് സോളിസിറ്റർ ജനറലാണ് അപ്പിയർ ചെയ്യുന്നത്. അത് കാരണം എതിർവശത്ത് പിണറായി വിജയനെ പോലുള്ള ഒരു വ്യക്തിയാവുന്ന സമയത്ത് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും പ്രമുഖരായിട്ടുള്ള വക്കീലന്മാരെയാണ് അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പം അപ്പൊ ഇതേ സോളിസിറ്റർ ജനറലാണ് സെൻട്രൽ ഗവൺമെന്റ് 100,000 ഇപ്പൊ ഇന്ത്യയിൽ മുഴുവനുള്ള PMLA കേസുകൾ അതുപോലത്തെ പ്രമാദമായിട്ടുള്ള എല്ലാ കേസുകളിലും നമ്മളെ സമയത്തുള്ള ലാവലിനാണെങ്കിൽ ഒരു 250 ഇതുപോലത്തെ കേസുകൾ സുപ്രീം കോടതിയിലുണ്ട്. ഇദ്ദേഹം മറ്റേതെങ്കിലും സ്ഥലത്ത് എൻഗേജഡ് ആയിരിക്കും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ പോയിട്ട് അല്ലെങ്കിൽ സാധാരണ ലോ ഓഫീസർ പോയിട്ട് ആർഗ്യ ചെയ്യില്ല. അപ്പോൾ ഒരു സോളിസിറ്റർ ജനറൽ അവൈലബിൾ അല്ല, അയാൾക്ക് ഇന്ന കേസിൽ ആർഗ്യുമെന്റ്സ് ആവുന്നതുകൊണ്ടൊക്കെയാണ് ഇന്നത് മാറ്റി വെക്കണമെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വളരെ പ്രചാരത്തിലുള്ള ഒരു ആരോപണമാണ് സംഘപരിവാറുമായിട്ടുള്ള ചില ഒത്തുതീർപ്പുകൾക്ക് കേരളത്തിൽ ഇപ്പോ ശ്രമിക്കുന്നു. പിന്നെ രമൺ ശ്രീവാസ്തവ, ബെഹ്റ, ഇത്തരം ആളുകൾ ഇപ്പൊ ADGP അജിത് കുമാർ തൃശൂർ പൂരം കലക്കുന്നു. അപ്പൊ സംഘപരിവാർ വൽക്കരണം ഉണ്ടോ എന്ന് ആഭ്യന്തര വകുപ്പിനെ പറ്റിയാണ് പ്രധാനമായിട്ടും ആരോപണം. അപ്പൊ പിണറായി വിജയനാണല്ലോ ആഭ്യന്തരമന്ത്രി. അപ്പൊ ആളുകൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സംശയം സ്വാഭാവികമായിട്ടും വരില്ലേ? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഏറ്റവും ശക്തമായി സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. അത് തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസും ആഭ്യന്തര വകുപ്പും പിണറായി വിജയനും എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതെ,
ഉം. അദ്ദേഹത്തിന്റെ ഇപ്പൊ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ പോലീസുകാർ എന്നുള്ളത് വളരെ നല്ല പോലീസുകാരുണ്ട്, വളരെ മോശം ആയിട്ടുള്ള പോലീസുകാരുണ്ട്. അപ്പോൾ ഈ സംഘപരിവാർ ആഭിമുഖ്യമുള്ള പോലീസുകാർ പല തോന്നിവാസം കാണിക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം. ഇപ്പം ഉദാഹരണത്തിന് ബീഫ് കൊടുക്കാൻ പാടില്ല എന്നുള്ള, ബീഫ് വിളമ്പാൻ പാടില്ല എന്നുള്ള പോലീസ് ട്രെയിനിങ് കോളേജിൽ ശുദ്ധ അസംബന്ധമല്ലേ അത്? അത് കേരളം പോലത്തെ സ്ഥലത്തിൽ ഒരുത്തൻ പറയുന്നു പിന്നെ ബീഫ് ട്രെയിനീസിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടെത്തുകയും അതിൽ കടിഞ്ഞാണിടുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം പറയാം. കാരണം അത്തരത്തിലുള്ള സംഭവങ്ങളെ നോക്കിക്കാണും. സമയപരിമിതി ആയിരിക്കാം. ഇപ്പൊ നേരത്തെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ബഹുത്തായിട്ടുള്ള ഇഷ്ടംപോലെ ചുമതലകൾ വഹിക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്തുള്ള ഇഷ്യൂ. അങ്ങനെയുള്ള ഐഡന്റിഫൈ ചെയ്ത് അവരെ നമുക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അതെന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രം, ഒരു മുഖ്യമന്ത്രിയിൽ മാത്രം ഒതുങ്ങേണ്ട വ്യക്തിയല്ല. മൊത്തം ഒരു എന്താ പറയേണ്ടത്, പൊതുസമൂഹം കലക്റ്റീവായി ചിന്തിച്ച്, അല്ലെങ്കിൽ ഭരണത്തിലുള്ള മറ്റു വ്യക്തികളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ പുറത്താക്കാനുള്ള ഒരു യോജിച്ചിട്ടുള്ള സമീപനമാണ് അതിനകത്ത് നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളായി മാറും. പക്ഷെ നാടിനെ ഭയങ്കര വർഗീയമായി വിഭജിക്കുന്ന വലിയ വർഗീയ പ്രചാരണങ്ങൾ, വിദ്വേഷ കണ്ടന്റുകൾ, വ്യാജ വാർത്തകൾ, സ്ത്രീകൾക്കെതിരായി നടക്കുന്ന വലിയ സ്ത്രീ അപമാനിക്കുന്ന സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, കെ പി ശശികലയ്ക്കെതിരെ ഒന്നും ഒറ്റ കേസും ഇല്ല. ഒറ്റ കേസും ഇല്ല എന്നല്ല, കേസുണ്ടായിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളിൽ സ്വമേധയാ ഇടപെടേണ്ട സ്റ്റേറ്റ് ഇവിടെ ഭയങ്കര നിശബ്ദരായി നിൽക്കുകയും പരാതി നൽകുമ്പോൾ പോലും അതിൽ നടപടി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അല്ല, അതിനകത്ത് പിന്നെ ഈ മിക്ക കേസുകളിലും പോലീസ് കുറെ വകുപ്പുകളുടെ പ്രശ്നങ്ങളുണ്ട്. പോലീസിന് നേരിട്ട് പോയി ചാർജ് ചെയ്യുന്ന കേസുകളുണ്ട് കുറേയൊക്കെ തന്നെ. പക്ഷെ മിക്ക കേസുകളിലും നമുക്കറിയാവുന്ന എത്ര പേര് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിരന്തരം, നമ്മളടക്കം, ഞാനടക്കം സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇതിനെതിരെ സംസാരിക്കുന്ന എത്ര വ്യക്തികൾ കേസ് കൊടുത്തിട്ടുണ്ട്? കേസ് കൊടുത്തിട്ടില്ല. നമ്മളൊരു ഒരു ഒരു ക്രിമിനൽ സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? മൊബിലൈസ് ചെയ്യണം. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഹാൻഡിൽസ് കൊടുക്കാൻ പറ്റണം. സംഘപരിവാറിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പൊ സംഘപരിവാറിനെതിരെ ഏതെങ്കിലും ഒരുത്തൻ സംസാരിച്ചു, വൈകുന്നേരം കേസും കൊടുത്തിട്ടുണ്ടാവും, വൈകുന്നേരം ലീഗൽ നോട്ടീസും വരും, അത് ഡിഫമേഷൻ കേസും വരും. അത് ഒരു കോടതിയിലല്ല, ഇന്ത്യയിൽ മൊത്തം കൊടുക്കും. ഇന്ത്യയിൽ മുഴുവൻ കൊടുക്കും. കാരണം അവരൊരു മെഷീനറി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഒരു മെഷീനറി ഇല്ല. ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സെക്യുലർ പ്രസ്ഥാനങ്ങൾക്ക് ഒരു മെഷീനറി ഇല്ല. ഇത് കാരണം അതെന്ന് പറയുന്നത് പെയ്ഡ് എംപ്ലോയീസ് ഉണ്ട്. ഇപ്പൊ 2000 സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറിന് വേണ്ടി നിലനിൽക്കുന്നത് 2000-3000 വരുന്ന ഈ ട്രോൾ ആർമി, അല്ലെങ്കിൽ അതുപോലത്തെ പെയ്ഡ് എംപ്ലോയീസ് ആണ്. മാസം ശമ്പളം കൊടുത്ത് നാഷണൽ ലോ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ IIM നിന്നും IIT നിന്നും ഇറങ്ങുന്ന കുട്ടികൾക്ക് 50,000 1 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് ഒരു ഹെയറാർക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടേണ്ടത്? അത് ഇപ്പം അങ്ങനെയുള്ള ഒരു ആയിരക്കണക്കിന് കനലോകുമാരെ അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത്. പക്ഷേ നമുക്ക് ഒന്നുമില്ല. ഇതെന്ന് വെച്ചാൽ കുറെ ഇടതുപക്ഷ, അപ്പൊ നമ്മൾ ഈ വിദ്വേഷ പ്രചാരണമൊക്കെ കണ്ടുകൊണ്ടിരിക്കും, നമ്മൾ അതിൽ അസ്വസ്ഥപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്, നമ്മൾ നിയമത്തിന്റെ വഴിയിലേക്ക് നീങ്ങുന്നില്ല. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ എന്താ ചെയ്യുന്നുള്ളത്? എത്ര സ്ഥലത്ത് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്? എത്ര സ്ഥലത്ത് നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്? ഈ പോലീസുകാരുടെ അവസ്ഥ എന്താണ്? ഒരു സൈബർ സെൽ ഉണ്ടാവും. ഒരു സൈബർ സെല്ലിൽ 10,000-കണക്കിന് കേസുകളുണ്ടാവും. അതിനകത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ ഇതിന്റെ പുറകിൽ നടക്കുക. പിന്നെ ഒരു സൈബർ സെല്ലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പോലീസുകാർ കുറച്ച് സുഗമന്മാരാ. അപ്പോൾ രാജസ്ഥാനിലൊരു കേസ് റിപ്പോർട്ട് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇവർ നേരെ രാജസ്ഥാനിൽ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാറും. അവിടെ പോയി 5 ദിവസം പോയി തിരിച്ച് അയാളെ ഒരു ചെലവിൽ തിരിച്ചു വന്ന് അടുത്തതാകുമ്പോഴേക്ക് വേറെ ഏതെങ്കിലും നല്ലൊരു ടൂറിസ്റ്റ് സ്ഥലത്തേക്കായിരിക്കും കേസ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ഈ സംഭവമായി മുന്നോട്ട് പോകും. അപ്പൊ സിസ്റ്റം ഇല്ല നമുക്ക്. നമ്മൾ ഇതിനകത്തൊരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സംഭവം വളരെ ഈസിയായിട്ട് അഡ്രസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവരെല്ലാം അകത്താക്കാവുന്നതേ ഉള്ളൂ. കൃത്യമായി ഇപ്പം ഉദാഹരണത്തിന് DYFIന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെയധികം എന്താ പറയുക, വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയുണ്ട് ഇതിനകത്ത്. കാരണം ഇടക്കിടക്കെ പ്രസ്താവന നടത്തിക്കൊണ്ട് പറ്റില്ല. ഞാൻ കാണുന്ന മിക്ക സുഹൃത്തുക്കളോടും പറയാണ്ട്, നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യും. നിങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇടതുപക്ഷ ആൾക്കെതിരെ നിരന്തരമായി മഞ്ഞപത്രങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ട്. അല്ല, അങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാം. PV അൻവർ മറുനാട് മലയാളി എന്ന സ്ഥാപനത്തിനെതിരെ നടത്തിയ യുദ്ധം നമ്മൾ കണ്ടതാണ്. അത് കൃത്യമായി ഫോളോ അപ്പ് ഉണ്ടായിരുന്നു, അതിന്റെ പുറകെ നടന്നിരുന്നു, എന്തൊക്കെയോ തെളിവുകൾ ഉണ്ടാക്കിയിരുന്നു. എന്നിട്ടോ എന്തുകൊണ്ടാണ് അത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത്? ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്താണ് യുദ്ധം?
ഈ മറുനാടൻ മലയാളി അതുപോലുള്ള കുറെ ന്യൂസ് ഏജൻസ്, കർമ്മ, മറുനാടൻ മലയാളി, അങ്ങനെ കുറെ ന്യൂസ് ഏജൻസീസ് ഉണ്ടല്ലോ കേരളത്തില്. അവരൊരു വാർത്ത വരുന്ന സമയത്ത് പിന്നെ ഇതിനകത്തുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ സുപ്രീം കോടതിയിൽ പിന്നെ അദ്ദേഹം ജേർണലിസ്റ്റാണ്. ഇപ്പൊ നാളെ കേരളത്തിൽ മറുനാടൻ മലയാളി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹിന്ദു സംഘപരിവാറിനെ വളർത്താൻ എന്തൊക്കെ എത്ര കൃത്യമായി ഇടപെട്ടു എന്നതിനെ പറ്റിയിട്ട് കേരളത്തിലെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതല്ല ഒരു പിന്നെ കേരളത്തിലൊരു നോർത്ത് ഇന്ത്യൻ ജഡ്ജ് ഈ കേസ് കേൾക്കാൻ നിൽക്കട്ടെ. അതേ സമയത്തോളം അദ്ദേഹം ജേർണലിസ്റ്റ് ആണ്. അതേ സമയത്തോളം സംഘപരിവാറും ഇടതുപക്ഷവും മറ്റവരെല്ലാവരും തന്നെ ജഡ്ജസിന് മുമ്പിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളാണ്. അതെ, സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഇദ്ദേഹം ജേർണലിസ്റ്റ് ആണ്. ആ ജേർണലിസ്റ്റിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയാണ് നിങ്ങൾ ഹനിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള അധികാരം എന്താണ്? നിങ്ങൾക്കുള്ള പവർ എന്ന് പറയുന്നത്, അദ്ദേഹം ഇപ്പം ശ്രീ സാജൻ സ്കറിയ നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിഫമേഷൻ ഫയൽ ആണ് ചെയ്യേണ്ടത്. അതായത് പോലീസ് ഉപയോഗിച്ചിട്ട് നാളെ സാജൻ കറിയേണ്ട, എനിക്കതിൽ കുറെ അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. പോലീസ് ഉപയോഗിച്ചിട്ട് നേരെ അദ്ദേഹത്തിന്റെ ഓഫീസ് അടച്ചു പൂട്ടുകയോ, അതൊരു പെർട്ടിക്കുലർ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട, അത് ചെയ്യാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഓഫീസിലെ എല്ലാ ക്യാമറയും എല്ലാ സാധനങ്ങളും റെഡി ചെയ്യും, അതൊക്കെ വളരെ തെറ്റായ നടപടിയാണ്. ഞാൻ സാജൻ സ്കറിയെ പോലീസിന് അങ്ങനത്തെ പരിപാടി ഇല്ലേ? തൊണ്ടി മുതലെടുക്കുക, തെളിവ് ശേഖരിക്കുക, റെക്കോർഡ് ചെയ്ത് എന്ന് വെച്ചിട്ട് അത് നമ്മൾ തന്നെ സംസാരിക്കുന്ന ഈ ലാപ്ടോപ്പിലാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മൾക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്തിട്ട് ലാപ്ടോപ്പ് എടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. നമ്മള് അതിനകത്ത് പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തൊണ്ടി മുതൽ ശേഖരിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെയുള്ള മുഴുവൻ സാധനങ്ങളും അതൊക്കെ ഒരു ഫാസിസത്തിന് ചേർന്ന നിലപാടുകളാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിനെ സമയത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല, മുഴുവൻ തന്നെ കയറി പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് PMLA കേസുകളിൽ, ഇപ്പം നോർത്ത് ഇന്ത്യയിൽ മിക്ക കേസുകളിലും ED ഒക്കെ എന്താ ചെയ്യുന്നത്, അതുപോലത്തെ ഒരു നിലപാടുകൾ, ഫാസിസ്റ്റ് നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതായത് ഇപ്പൊ ശ്രീ മൊയ്തീന്റെ കേസ്, അത് മുഴുവൻ റെയ്ഡ് ചെയ്യുക, മുഴുവൻ അറ്റാക്ക് ചെയ്യുക, അവരുടെ പ്രിവസീനെ അറ്റാക്ക് ചെയ്യുന്ന മുഴുവൻ സാധനങ്ങളും ശേഖരിക്കുക. അത് തെറ്റായ ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ AC മൊയ്തീനെ പറ്റിയല്ലേ പറയുന്നത്, കരുവന്നൂർ. അതെ 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 അദ്ദേഹത്തിന് ഇന്നലെ ബാങ്ക് ഇതൊക്കെ ഇന്നലെ റിലീസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം ശ്രീ സാജൻ സ്കറിയന്റെ അല്ലെങ്കിൽ മറുനാടൻ മലയാളി അല്ലെങ്കിൽ ഇതുപോലത്തെ കേസുകളിൽ ഇവരെ ഫിക്സ് ചെയ്യാനുള്ള നടപടി എന്ന് പറയുന്നത് കൃത്യമായി ഡിഫമേഷൻ കേസുകൾ ഫയൽ ചെയ്യുക, അത് ഫോളോ അപ്പ് ചെയ്യുക. കൃത്യമായി ഡിഫമേഷൻ കേസുകൾ ഫയൽ ചെയ്യുക, അത് ഫോളോ അപ്പ് ചെയ്യുക. ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പം മറുനാടൻ മലയാളി ഫേസ് ചെയ്യുന്ന ക്രൈസിസ് എന്താണ്? കുറെ ഡിഫമേഷൻ കേസുകൾ വന്നിട്ടുണ്ട്, മനസ്സിലല്ലേ? അപ്പോൾ ഒരു 500-1000 ഡിഫമേഷൻ കേസുകൾ ഫയൽ ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മറുനാടൻ മലയാളി. എന്തുകൊണ്ടാണ് ആൾക്കാർ ഫയൽ ചെയ്യാത്തത്? പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നവനും കുറച്ച് എന്തുണ്ടാവണം. ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ പോയി കൂട്ടിൽ പോയി നിൽക്കേണ്ടി വരും. അപ്പൊ നിങ്ങളോട് കുറെ മാനനഷ്ട കേസിനാണ് കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പം അവിടെ മാനം ഉണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് നടക്കും. അവിടെ തിരിച്ച് കുറെ ചോദ്യം വന്നാൽ ഉത്തരം പറയാൻ തയ്യാറായി നിൽക്കാൻ പറ്റണം. നമ്മൾ ആദ്യം നമുക്ക് മാനം ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ട് ആ മാനത്തിനെ എന്നെ അപമാനപ്പെടുത്തി എന്ന് പറയണം. അതിനതിൽ നിങ്ങൾ ഈ പണി ചെയ്തിട്ടില്ലേ, നിങ്ങൾ ആ പണി ചെയ്തിട്ടില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്നൊക്കെ വക്കീൽ ചോദിക്കുമ്പോൾ, അല്ലെ നിങ്ങൾ ഈ രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്ക് തിരിച്ച് ചോദ്യം വരാൻ പാടില്ല. അപ്പം ആരാണോ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ധൈര്യം വരുന്നത്? ഒരു ഡിഫമേഷൻ കേസുകളും ഇവർക്കെതിരെ വരില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടല്ലേ. പോലുള്ള ഒരു കേസിനൊക്കെ പോകാനും മടിക്കും, ഇതിന്റെ പുറകെയൊക്കെ നടക്കണ്ടേന്ന് ഓർത്തിട്ട് മടിച്ചിട്ടൊക്കെ. അല്ല, അതിനകത്ത് ഞാനിപ്പം വേറൊരു കുഴപ്പം സർക്കാരിന്റെ ഭാഗത്തുമുണ്ട്. അതായത് ഡിഫോമേഷൻ കേസിന് പിന്നെ കോർട്ട് ഫീ എന്നൊക്കെ പറഞ്ഞത് ഒരു 10 രൂപ 20 രൂപയൊക്കെ ആക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സേവ് 1000 രൂപ. ഇപ്പൊ എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ എന്റെ ആദ്യം മാനം അളക്കണം. എനിക്ക് ആദ്യം ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അപ്പൊ എന്റെ മാനം 1 ലക്ഷം ആണോ, 10 കോടിയാണോ, അല്ലെങ്കിൽ 100 കോടിയാണോ എന്ന് ഞാൻ ആദ്യം അസസ് ചെയ്യണം. ഞാൻ 10 കോടിയാണ് എന്റെ ഡിഫമേഷൻ, എന്റെ മാനം 10 കോടിയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് കോർട്ട് ഫീ കൊടുക്കണം. അപ്പം പിന്നെ കോർട്ട് ഫീ കൊടുക്കാൻ പോകണം, പിന്നെ വക്കീലിന് ഫീസ് കൊടുക്കണം. ഇതൊരു 10 വർഷം കേസ് നടത്തണം. അപ്പോഴേക്ക് പല പല സമവാക്യങ്ങൾ മാറും. വയസ്സാവും, രാഷ്ട്രീയത്തിന് പുറത്താവും, അല്ലെങ്കിൽ അധികാരം ഉണ്ടാവില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അതിനകത്ത് സംഭവിക്കും. അപ്പം സർക്കാർ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഡിഫമേഷൻ കേസുകൾക്ക് ഇന്നുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അറ്റാക്കുകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇതുപോലത്തെ പത്രങ്ങൾ, മഞ്ഞപത്രങ്ങൾ, ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സർക്കാർ എന്ത് ചെയ്യാം, ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. ഡിഫമേഷൻ കേസുകൾക്ക് കോർട്ട് ഫീ എന്ന് പറയുന്നത് ഒരു 100 രൂപ മാത്രം, വാട്ട് എവർ മേ ബി. 100 കോടി ആവശ്യപ്പെട്ടാലും പിന്നീട് തെളിഞ്ഞ് ഞാൻ ബാക്കി കൊടുത്താൽ സർക്കാരിന് ആ സമയത്ത് കൊടുത്താൽ മതി. ഇനീഷ്യലി കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. ഇത് ഫാസ്റ്റ് ട്രാക്കിലേക്ക് മാറ്റുക.
എന്നിട്ട് ഇന്നിപ്പോ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞ് മാനം തിരിച്ചിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഡിഫമേഷൻ കേസുകളൊക്കെ തന്നെ പിന്നെ 6 മാസം കൊണ്ട് തീർക്കുന്ന രീതിയിൽ പിന്നെ അങ്ങനെയുള്ള ഒരു നിയമ സംവിധാനം ഇപ്പൊ ഉദാഹരണത്തിന് NDPS പോലത്തെ ഈ ഡ്രഗ്സിനൊക്കെ ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് ഉണ്ട്. അതുപോലെ ഇതുപോലത്തെ കേസുകളും 6 മാസം കൊണ്ട് ഡിഫമേഷൻ കേസുകൾ 6 മാസം കൊണ്ട് പരിഹരിക്കുന്ന ഒരു കോർട്ട് സിസ്റ്റം നമുക്ക് നിലവിൽ വരുത്താൻ പറ്റണം. എന്നാൽ പിന്നെ ഇവരുടെ എല്ലാം പരിപാടി കൂട്ടും. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സുപ്രീം കോടതി ജഡ്ജായി വന്നപ്പോ കുറെ ആളുകൾക്ക് വലിയ ഒരു പ്രതീക്ഷയായിരുന്നു, ഇദ്ദേഹം നമുക്ക് നീതി തരും. അദ്ദേഹത്തിന് ഭയങ്കര നല്ല ഇമേജും പബ്ലിക്കിനൊക്കെ വലിയ താല്പര്യമുള്ള ആളായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റുകൾ നോക്കുമ്പോൾ ഇപ്പൊ അയോധ്യ അല്ലെങ്കിൽ കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കലൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിധി തന്നെ വരുന്നു. എന്നാൽ ജനറൽ ജസ്റ്റിസ് കേസുകളോ സ്ത്രീപക്ഷ കേസുകള് സെക്ഷൻ 377 റദ്ദാക്കിയത്, റൈറ്റ് ടു പ്രൈവസി, അത്തരം സെയിം സെക്സ് മാരേജ് കേസുകളൊക്കെ വരുമ്പോൾ വളരെ നീതി നടപ്പാക്കിയതായിട്ട് നമുക്ക് തോന്നുന്ന ജഡ്ജ്മെന്റുകൾ വരുന്നു. അപ്പോൾ ഒരു ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് പോലെ പ്രധാനപ്പെട്ട കേസുകളിൽ ഭരണകൂടത്തിന് അനുകൂലമായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവുകയും അല്ലാത്ത കേസുകളിൽ ഇങ്ങനെ വരികയാണോ ചെയ്യുന്നത്? ഇന്ത്യ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ജഡ്ജാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്. അൺബിലീവബിളി അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കോടതി വീഴ്ച മനസ്സിലാവും. ഭയങ്കരമായ ഒരു പേഷ്യൻസ്. ഇപ്പൊ രാവിലെ 10:30 ഏത് മൂഡിലാണോ കേസ് കേൾക്കാനിരിക്കുന്നത്, വൈകുന്നേരം 4 എഴുന്നേൽക്കുമ്പോഴും അതേ മൂഡ് തന്നെ ആയിരിക്കും. അത്രയും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കേസ് കേൾക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ പിന്നെ അത് ഇപ്പം എല്ലാവരും വിലയിരുത്തപ്പെടേണ്ട വ്യക്തികളാണ്. അതിപ്പോ ജസ്റ്റിസ് ചന്ദ്രചൂഡാണെങ്കിലോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണെങ്കിലോ ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിലയിരുത്തപ്പെടണം, കൃത്യമായി നിഷ്പക്ഷമായി വിലയിരുത്തപ്പെടണം. അപ്പം തെറ്റുകൾക്ക് അതീതനല്ല ഞാൻ. ജസ്റ്റിസ് ചന്ദ്രചൂഡ് എന്ന വ്യക്തിയല്ല ഞാൻ പറയുന്നത്. ജസ്റ്റിസ് ചന്ദ്രചൂഡ് എന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വ്യക്തി, ആ ചീഫ് ജസ്റ്റിസിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ വിലയിരുത്തുന്നത്. എനിക്കൊരു ശബരിമല കേസ് ഉദാഹരണത്തിന് ഞാൻ അതിലേക്ക് വരാം. ശബരിമല കേസ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് വിരുദ്ധമാണ്, സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് പറഞ്ഞു. അതാണ് ഭരണഘടനയുടെ അന്തസത്ത. ജനറൽ ജസ്റ്റിസ് എല്ലാ കേസുകളിലും ഇതുപോലത്തെ ഭയങ്കര ചരിത്ര വിധികൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഇപ്പൊ 2 വർഷമായി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നത്. അതിപ്പോ ലാർജർ ബെഞ്ചിനെ റെഫർ ചെയ്തിട്ടുള്ള ഇഷ്യൂ ജസ്റ്റിസ് ഗഗോയി, കാരണം സംഘപരിവാറിനെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ആ കേസ് ഇതുവരെയും ഇപ്പൊ കൈകാര്യം ചെയ്തിട്ടില്ല കോടതി. 2 വർഷം ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് പിന്നെ കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഒരു ഭരണഘടനാ ബെഞ്ച് സെറ്റപ്പ് ചെയ്തിട്ട് ആ കേസ് കേൾക്കാത്തത്? സമയം പരിമിതി ഒരു പ്രശ്നം ആണ് എന്നതിൽ ചൂണ്ടിക്കാണിക്കാം. പിന്നെ അദ്ദേഹത്തിന് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം അതിലൊക്കെ കുറെ കേസുകൾ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ വിഷമം തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അയോധ്യ കേസിൽ എടുത്തിട്ടുള്ള നിലപാടാണ്. ഈ അയോധ്യ കേസിൽ അതായത് നിങ്ങൾ പഴയ ചരിത്രം ചകഞ്ഞ് ആധുനിക കാലത്ത് കൊണ്ടുവരാൻ യാതൊരു അധികാരവും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇന്ത്യ എന്നുള്ള സങ്കല്പം എൻ്റെ അഭിപ്രായത്തിൽ വളരെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇന്ത്യ. ഇവിടെ ഹിന്ദു രാജാക്കന്മാർക്കെതിരെ യുദ്ധം നയിച്ചിട്ടുണ്ട്. മുസ്ലിം രാജാക്കന്മാർക്കെതിരെ യുദ്ധം നയിച്ചിട്ടുണ്ട്. അവിടെ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള യുദ്ധം നടന്നിട്ടുള്ളത്. അവിടെ പിടിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് സ്വർണം മറ്റ് സംഭവങ്ങൾ വെട്ടിപ്പിടിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാണ്ട് രാജ്യരക്ഷയുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാനം കാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ നാട്ടുരാജാക്കന്മാർ പരസ്പരം യുദ്ധം നടത്തിയിട്ടുള്ളത്. അപ്പം അന്ന് ഇതൊക്കെ ചെയ്ത് തെറ്റാണ്. അമ്പലങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം, ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഒരു സ്ഥലത്ത് ഫ്രീസ് ചെയ്യണം. അല്ലാണ്ട് പണ്ട് കാലങ്ങളിൽ 1500-ലോ 600-ലോ നടത്തിയിട്ടുള്ള കേസുകൾ അതിനെ റീറൈറ്റ് ചെയ്യാൻ. ഇതിന് ശേഷമാണ് ഒരു നിയമം ഉണ്ടായെങ്കിൽ ഇപ്പോഴും കാശി, പല ക്ഷേത്രങ്ങളും, മധുര, അങ്ങനെ പലയിടത്തും കേസുകൾ നടക്കുന്നില്ലേ? അതെ. അപ്പൊ അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. കാരണം നിങ്ങളിപ്പോ എത്രയോ വർഷങ്ങളായി ഒരു ഹിസ്റ്ററിയിൽ ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഏതോ ഒരു നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ള ഉദാഹരണം എടുക്കുക തന്നെ ഇരിക്കട്ടെ. ഒരു അമ്പലം പണിതിട്ടുള്ളത് ഒരു പള്ളി പൊളിച്ചിട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കാൻ തയ്യാറാണ്. അതായത് അവിടെ എത്രയോ വർഷങ്ങളായി ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പം 2024 അത് തിരുത്താനാണോ പോകേണ്ടത്? അത് തിരുത്തുമ്പോണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണ്? ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം അതല്ല എന്നല്ലേ ചെയ്യേണ്ടത്? അതവിടെ ഫ്രീസ് ചെയ്യലേ വേണ്ട. അത് സംഭവിക്കുന്നില്ല ഇവിടെ. അപ്പൊ അയോധ്യ കേസിന് ഒരു വസ്തു തർക്കമായിട്ട് കണ്ട്
അതിന് അതിനെതിരെ ഇങ്ങനെ വിധി എഴുതുന്നു പറയുന്നത് ചന്ദ്രചൂഡിന്റെ ഈ ജുഡീഷ്യൽ കരിയറിലുള്ള ഏറ്റവും എന്താ പറയേണ്ടത്, ഏറ്റവും മോശമായിട്ടുള്ള ഒരു 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 അധ്യായമായിരിക്കും അത്. ഉം. അത് കാശ്മീരോ? അപ്പൊ അങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് തീർച്ചയായും ഈ നമ്മളിപ്പം കാശ്മീർ ഇഷ്യൂസിനെ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും പിന്നെ ഈ കാശ്മീർ എന്ന് പറയുന്നത് കാശ്മീരിന്റെ ഒരു ജോഗ്രാഫിക്കൽ സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ഹൈദരാബാദ് നൈസാം പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ചേരാൻ പറഞ്ഞു, ചേർന്നു. ഏത് നമ്മളെ മഹത്തായ പിന്നെ ഇപ്പം ട്രാവൻകൂർ മഹാരാജ് അന്ന് ചേരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഭയങ്കര ഇന്ത്യക്ക് വേണ്ടി നിലനിൽക്കുന്ന ആൾക്കാരാണ്. ഏത് അന്ന് ചേരാൻ താല്പര്യം ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ, ചേർന്നു. പക്ഷെ അതുപോലെയല്ല കാശ്മീരിന്റെ സംഭവം. കാശ്മീരിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാശ്മീരിനെ സംബന്ധിച്ചോളം കാശ്മീരിന് പിന്നെ പാകിസ്ഥാന്റെ കൂടെ പോവാം, സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കാം, ഇന്ത്യയിൽ ചേരാം. അപ്പം അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാശ്മീർ ജനതയ്ക്ക് കൊടുത്തു ഒരു ഉറപ്പുണ്ട്. അതായത് നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കും, നിങ്ങൾക്ക് ഇത്രയും അവകാശങ്ങൾ നമ്മൾ സംരക്ഷിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആരാ ഉറപ്പ് കൊടുക്കുന്നത്? ജവഹർലാൽ നെഹ്റു കൊടുക്കുന്ന ഉറപ്പല്ല, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം കൊടുത്തിട്ടുള്ള ഉറപ്പാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള ഉറപ്പാണ്. നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കൂ, നിങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ടുള്ള ഉറപ്പ് ആണ് നമ്മൾ ഈ 370 എടുത്തു കളഞ്ഞതിലൂടെ ലംഘിച്ചിട്ടുള്ളത്. അപ്പം ഈ സ്വയം നിർണായക അവകാശത്തിലേക്ക് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ ഭരിക്കുന്നത്, ഇപ്പൊ മലയാളിന് നാളെ ഒരു ക്യാബിനറ്റ് മുഴുവൻ തന്നെ വളരെ ദേശഭക്തരായിട്ടുള്ള കുറെ UP-ക്കാര്, ഒരു ചീഫ് മിനിസ്റ്റർ, അല്ലെങ്കിൽ UP-ക്കാരായിട്ടുള്ള 15 മന്ത്രിമാരെ നമ്മൾ നാളെ ഭരിക്കുന്നതിരിക്കട്ടെ. ഇത് നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത് ഇന്ത്യക്കാരാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, അഭിമാനം കൊള്ളുന്ന 15 UP-ക്കാർ വന്നിട്ടാണ് കേരളീയരെ നാളെ ഭരിക്കുന്നത്. നമ്മൾ അംഗീകരിക്കുമോ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാലും? ഇതാണ് പറയാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുന്നില്ലല്ലോ. അവർക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല അവർക്ക് താതാത്മ്യം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവരെ സംബന്ധിച്ച് ഇപ്പൊ നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഡൽഹിക്കാരെയും മറ്റു ആൾക്കാരുടെയും അവരുടെയും കൾച്ചർ ടോട്ടലി ഡിഫറെന്റ് ആണ്. നിങ്ങൾക്കത്, നമ്മളെപ്പോഴും നോർത്ത് ഇന്ത്യക്കാര് അവൻ നോർത്ത് ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയാണെങ്കിൽ DY ചന്ദ്രചൂഡ് BJP-ക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവും തോന്നുന്ന ജഡ്ജ്മെന്റുകളിൽ ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റുകളാണോ വന്നിട്ടുള്ളത്? വേറെ ഉണ്ടോ? അല്ല ഇപ്പൊ കാശ്മീർ ഇഷ്യൂവിന്റെ കാര്യത്തിലായാലും 370 ഇഷ്യൂസിലായാലും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരങ്ങനെ മിക്ക ജഡ്ജസും വളരെ പ്രോഗ്രസീവായ നിലപാടുകൾ ഉണ്ടാവും. ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള നിലപാടുകളിൽ 2-3 രീതിയിൽ ആൾക്കാർക്ക് പ്രോഗ്രസീവ് ആവാം. ഒന്നിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രോഗ്രസീവായ നിലപാടെടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ പ്രായോഗിക തലത്തിൽ ഒന്നും എടുക്കില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കംഫർട്ടബിൾ റെബൽ എന്നൊക്കെ പറയില്ലേ, വളരെ കംഫർട്ടബിൾ റെബലായി ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സുഖമുള്ള ഒരു ഏർപ്പാടാണ്. കാരണം നിങ്ങളെ ടച്ച് ചെയ്യുന്ന ഇഷ്യൂസിൽ നിങ്ങൾ ഒന്നും തന്നെ നിലപാടുകൾ എടുക്കാതിരിക്കുക, വേറെ ഇപ്പം മറ്റുള്ള ഇഷ്യൂസിലൊക്കെ നിങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളൊരു സംവിധാനം ഉണ്ടല്ലോ. അപ്പം ആ ഒരു റാഡിക്കലായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ജഡ്ജസ് വളരെയധികം കുറവാണ്. ഒരു നിലപാടുകൾ സ്വീകരിക്കുന്ന സമയത്ത് പിന്നെ ഈ മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ അല്ലെങ്കിൽ പവർ സെന്റേഴ്സിന് അലോഹ്യം ഉണ്ടാവുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുക്കാൻ മിക്ക ജഡ്ജസിനും മടിയാണ്. ഇപ്പോ കേരളത്തിൽ നടക്കുന്ന ഈ ആഭ്യന്തര വകുപ്പിനെതിരെ നടക്കുന്ന ഈ ആരോപണങ്ങളെയും PV അൻവർ ഉയർത്തുന്ന വിഷയങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കൂടുതൽ പൊളിറ്റിക്സ് സംസാരിക്കുന്നത്, ഞാൻ വക്കീലാണ് എന്ന് വെച്ചിട്ട് പക്ഷെ സംബന്ധിച്ചാല് ഇപ്പം തീർച്ചയായും അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളാണ്. ഉദാഹരണത്തിന് PV അൻവർ എന്ന് പറയുന്ന വ്യക്തി MLA ആണ്. അപ്പൊ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധി, ഇപ്പൊ ഞാനോ സുനിതയോ പറയുന്ന കാര്യത്തിൽ ഉപരിയായിട്ട് ഒരു ജനപ്രതിനിധി സംസാരിക്കുമ്പോൾ അതിന് കൂടുതൽ വാല്യൂ ഉണ്ട്. അപ്പം ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. അപ്പൊ അത് അതിൻ്റെതായ ഗൗരവത്തിലൂടെ തന്നെ കാണേണ്ട സംഭവമാണ്. പക്ഷെ അങ്ങനെ ഗൗരവത്തിലൂടെ കാണും എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ സർക്കാരും പാർട്ടിയും. ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ പ്രസ്താവന ഞാൻ കണ്ടു, ഇതൊക്കെ തന്നെ അതിനെ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ കാണേണ്ടത് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിലപാടെടുക്കുന്ന പോലെ ഒരു ഗവൺമെന്റ് നിലപാടെടുക്കാൻ പറ്റില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇയാളെ ഇന്ന് സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇയാളെ ഇന്ന് നാളെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പിരിച്ചുവിടാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ വളരെ ഈസി. കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അന്വേഷണം നടന്നിട്ടില്ല. അന്വേഷണം നടക്കാത്തത് പരാജയം.
ഇപ്പൊ പി വി അൻവർ എടുത്തിട്ടുള്ളത് വളരെ എന്താ പറയുക ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തു. ഇത് അപ്പൊ ഏതൊരു പ്രോസസ്സ് തുടങ്ങണമെങ്കിൽ ഒരു റിട്ടൺ കംപ്ലൈന്റ് വേണം, അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുത്ത് എഴുതിക്കൊണ്ട് ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കാൻ പറ്റില്ല. ആ വാർത്താ സമ്മേളനം ഇപ്പൊ നമ്മള് പല കേസുകളും നേരത്തെ വിദ്വേഷ പ്രചാരണത്തിന്റെ കേസിൽ പറഞ്ഞ പോലെ പി വി അൻവർ ആ വാർത്താ സമ്മേളനം നടത്തി പോയിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ആളുകളൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷെ ചർച്ച ചെയ്തൊരു വിവാദമായി മാറിയനെ. പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും ഏറ്റവും ഒരു നിയമ സംവിധാനത്തില് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു എഴുതി കൊടുത്തിട്ടുള്ള പരാതിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ കൊലപാതകം നടക്കുകയാണെങ്കിൽ എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് കൊലപാതകം നടന്നാൽ പിന്നെ അത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്, അത് നോക്കേണ്ടതെന്ന് പറയുന്നത് അതുപോലെ എഴുതി കൊടുക്കും. പക്ഷെ ഇതുപോലത്തെ ഈ സംഭവങ്ങൾ പ്രത്യക്ഷത്തിൽ തെളിവില്ലാത്ത, എന്നാൽ ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രം തെളിവുള്ള, അല്ലെങ്കിൽ ചില സ്ഥലത്ത് കുറെ കാര്യങ്ങളിലെ സംഭവങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒരു മെഷീനറിക്ക് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സർക്കാർ സംവിധാനത്തിന് ഇതിനകത്തൂടെ ആക്ഷൻ എടുക്കണമെങ്കിൽ എഴുതി കൊടുക്കുന്ന കംപ്ലൈന്റ് ഉണ്ടാവും. അത് അക്കൗണ്ടബിൾ ആണ്. അതാണ് ജനാധിപത്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സംവിധാനം. നാളെ പി വി അൻവറിന് എന്ത് ചെയ്യാം? നാളെ ഈ പത്രസമ്മേളനം വിളിച്ച് ആരോപണം ഉന്നയിച്ചിട്ട് മറ്റന്നാൾ ഹൈക്കോടതിയിൽ പോയി ഇതാ ഞാൻ പത്രസമ്മേളനം ഉന്നയിച്ച് ഇത്ര ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, സർക്കാർ ഇതിനെതിരെ മൂവ് ചെയ്തിട്ടില്ലെന്ന് റിപ്പറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല. അതേസമയം എഴുതി കൊടുക്കുകയാണെങ്കിൽ നാളെ പറയാം ഇതാ ഞാൻ സർക്കാരിന് ഈ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, സർക്കാർ ഈ കംപ്ലൈന്റിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പോയാൽ ഹൈക്കോടതി അതിനെ തടപെടും. അപ്പം ഈ സിസ്റ്റത്തിനെ മൂവ് ചെയ്യിക്കാൻ പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് മറുനാടൻ മലയാളിയുടെ അല്ലെങ്കിൽ മറ്റുള്ള പത്രങ്ങളുടെ കേസുകളിലാണ് തന്നെ നിങ്ങൾ സിസ്റ്റത്തിനെ മൂവ് ചെയ്യണം. എന്ത് ചെയ്യണം? ആ സിസ്റ്റത്തിന്റെ പാതയിൽ സഞ്ചരിക്കണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന, അല്ലെങ്കിൽ മിക്ക ഈ ചാനൽ ചർച്ചകളിൽ നടക്കുന്ന, അല്ലെങ്കിൽ മിക്ക ജനകീയ സംഭവങ്ങൾ നടക്കുന്നത് ആ സിസ്റ്റത്തിനെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ബി ജെ പിക്കാർ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സംഘപരിവാറുകൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ജമാഅത്ത് ഇസ്ലാമി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതിന് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കൃത്യമായിട്ട്. ഞാൻ എന്തുകൊണ്ടാണ് നിരന്തരം വിമർശിക്കുന്നത്? ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഞാൻ നോക്കി. ഇത് പണ്ട് കാലങ്ങളിൽ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഞാൻ ഇസ്ലാമോഫോബിയാണ് പറയും. അതായത് 5 അടുപ്പിച്ച് ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇസ്ലാമോഫോബിയക്കാരെന്ന് പറയും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിരീശ്വരവാദിയാണ്. അപ്പൊ എന്നെ സമയത്തുള്ള ഒരു റൈറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ മതവിശ്വാസത്തിനെതിരല്ല. ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെ അമ്പലങ്ങളിൽ കൊണ്ടുപോകുന്നു, അവർ ഭയങ്കര വിശ്വാസിയാണ്. ഞാൻ ഭീകരമായിട്ടൊരു മതവിശ്വാസിയായിരുന്നു. അപ്പം ഈ മതവിശ്വാസം ഒരിക്കലും മാറ്റാൻ പറ്റില്ല നമ്മളെ സമൂഹത്തില്. അത് അസംബന്ധമാണ്. ഈ മതവിശ്വാസം തുടച്ചു നീക്കാൻ പറ്റും, അല്ലെങ്കിൽ മതങ്ങളെ ഇല്ലാണ്ടാക്കാൻ പറ്റും, ദൈവങ്ങളെ ഇല്ലാണ്ടാക്കാൻ പറ്റും എന്ന് ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കേണ്ടത് ശുദ്ധ അസംബന്ധമാണ്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണത്. അതിന്റെ പെർസെന്റേജ് ഓഫ് ബിലീവേഴ്സ് ചിലപ്പോൾ കുറഞ്ഞു വരും, കൂടി വരും എന്നുള്ളത് വേറെ കക്ഷി. ഇന്ന് ബിലീവർ ആയിട്ടുള്ള ആൾക്കാർ നാളെ നോൺ ബിലീവർ ആവും, നാളെ നോൺ ബിലീവർ ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് ബിലീവർ ആവും. ഈ പ്രോസസ്സൊക്കെ നമ്മളെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പക്ഷെ നമ്മൾ എന്താ പറയേണ്ടത്? മതം രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോഴാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. ഞാൻ ഇവരെല്ലാവരും എതിർക്കുന്ന ഒറ്റ കാരണത്തിലാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അത് RSS എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹിന്ദുത്വമാണ്. അപ്പം RSSന് മാത്രം അത് മാത്രമല്ല, ഒന്നെന്ന് പറയുന്നത് ഞാൻ ഉത്തരേന്ത്യയിൽ ഞാൻ കുറെ മെമ്പറായിട്ടുള്ള കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. കാരണം ഞാൻ 10-30 വർഷം ഇവിടെ ജീവിക്കുന്നതുകൊണ്ടും എൻ്റെ കുറെ സുഹൃത്തുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, എല്ലാവരും ഇന്ത്യക്കാരായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിലൊന്നും തന്നെ ഞാൻ എന്ത് ചെയ്യില്ല, ജമാഅത്തെ ഇസ്ലാമിനെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ മുസ്ലിം സംഘടനകളെ ഞാൻ വിമർശിക്കില്ല. കാരണം ഞാൻ അവിടെ വിമർശിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് കൂടുതൽ സംഘപരിവാറിനാണ് അവിടെ മെജോറിറ്റി. സംഘപരിവാറിന് വളം കൂട്ടുന്ന ശൈലിയായിരിക്കും ഞാൻ വിമർശിക്കുന്നത്. പക്ഷെ കേരള മുസ്ലിം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, ഉത്തരേന്ത്യയിൽ ഒരു ദളിതിന്റെയും ഒരു മുസ്ലിമിന്റെയും സാമൂഹികവും സാമ്പത്തികമായ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ശരി തന്നെയാണ്. ഉത്തരേന്ത്യയിൽ മുസ്ലിം സമുദായത്തിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലമാണ് കാശ്മീർ, ഉത്തരേന്ത്യ, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ. ഓക്കെ, അവിടെ ബാർബർ, ആശാരി, അതുപോലത്തെ ഈ കൈത്തൊഴിലുകൾ ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും മുസ്ലിംസ് ആണ്. സൈക്കിൾ റിക്ഷ പുള്ളേഴ്സ്, ഡൽഹിയിലെ സൈക്കിൾ റിക്ഷ പുള്ളേഴ്സ്, യുപിയിലെ സൈക്കിൾ റിക്ഷ പുള്ളേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദളിത്തും മുസ്ലിംസുമാണ്. സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന ആൾക്കാർ മുഴുവൻ തന്നെ, ഈ പണികൾ മുഴുവൻ എടുക്കുന്ന ഇതും ദളിത്തും മുസ്ലിംസുമാണ്. അപ്പൊ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ മുസ്ലിമിനെ സംബന്ധിച്ചോളം വളരെയധികം ആവശ്യമാണ്. കാരണം ഈ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാക്കേണ്ടത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. അതേസമയം കേരള സമൂഹത്തിൽ മുസ്ലിം എന്ന് പറയുന്നത് അംഗത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് എന്തെന്ന് ഒരു മൈനോറിറ്റി. അംഗസംഖ്യ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി, ഇക്കണോമിക്കലി, സാമൂഹികമായും സാമ്പത്തികവുമായും ഉയർന്നു നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഏത്? ഹിന്ദു സമൂഹത്തിനെ പോലെ തന്നെയാണ് ഇസ്ലാം സമൂഹവും, ക്രിസ്ത്യൻ സമൂഹവും.
കേരളത്തിൽ. അപ്പൊ ഒരു മൈനോറിറ്റി നമ്പേഴ്സിന്റെ കാര്യത്തിൽ മാത്രമേ കേരളത്തിൽ മൈനോറിറ്റി എന്നുള്ളൂ. അപ്പൊ ആ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ വെച്ചിട്ട് കേരളീയ മുസ്ലിമിനെ അറ്റാക്ക് ചെയ്തിരിക്കേണ്ട, അല്ലെങ്കിൽ കേരളീയ റാഡിക്കൽ മുസ്ലിം സംഘടനകളെ അറ്റാക്ക് ചെയ്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു സോഫ്റ്റ് അപ്രോച്ച് ഇസ്ലാം മുസ്ലിം വർഗീയതക്കെതിരെയും ക്രിസ്ത്യൻ വർഗീയതക്കെതിരെയും സ്വീകരിച്ചു എന്നുള്ളതാണ്. അതെ, കാരണം അതെന്തുകൊണ്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഞാനിപ്പം ഇടതുപക്ഷത്തിന്റെ ചില ദേശീയ നേതാക്കന്മാരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളത് അത് ഇടതുപക്ഷത്തിന്റെ ദേശീയ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദേശീയ വീക്ഷണം എന്താണ്? മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെ, അപ്പൊ മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള നിലപാട് ദേശീയ തലത്തിൽ എടുക്കുന്ന സമയത്ത് കേരളത്തിലും അതേ നിലപാട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ കേരളത്തിലുള്ള സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെ ഉദാഹരണം പറയാൻ പറ്റുമോ? വ്യത്യാസം. എന്ത് കാര്യങ്ങളിലൊക്കെ ഈ വിയോജിപ്പ് പറയുന്നതെന്ന് ഉദാഹരണമായിട്ട് ഒന്നോ രണ്ടോ എന്തെങ്കിലും സംഭവങ്ങള്? ഏത് കാര്യത്തിലാണ് ഇങ്ങനെ സോഫ്റ്റ് നിലപാടെടുത്തത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കർക്കശമായ നിലപാട് ഏതെല്ലാം വിഷയങ്ങളിൽ എടുക്കണമായിരുന്നു? അല്ല, ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പൊ നമ്മളിപ്പം ശബരിമല ഇഷ്യൂസിൽ ഇടതുപക്ഷം ഒരു നിലപാട് സ്വീകരിച്ചു. അതേസമയം ഹാഗിയ സോഫിയ നമ്മളെ കേരളത്തിലെ പ്രശ്നമല്ല. പക്ഷെ ഹാഗിയ സോഫിയ നമുക്കറിയാം ടർക്കിയിൽ പിന്നെ പള്ളി മാറ്റി മോസ്കാക്കി മാറ്റി. എത്ര ഇടതുപക്ഷം അതിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പരസ്യമായിട്ട്? എത്ര ഇടതുപക്ഷ നേതാക്കന്മാർ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ശബ്ദിക്കാത്തത്? നാളെ മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ വോട്ട് നമുക്ക് കിട്ടാണ്ടായി പോകുമോ എന്നുള്ള പേടിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ നമ്മൾ അതോ നമ്മളെ ജീവിതത്തിനെ നേരിട്ട് മൈനോറിറ്റിക്കെതിരെ ബാധിക്കാത്തതായതുകൊണ്ടോ? എന്തേ നമ്മളെ ജീവിതത്തിനെ നേരിട്ട് ബാധിക്കാത്ത വിഷയമായോണ്ടായിരിക്കില്ലേ? അല്ല, ഞാൻ പറഞ്ഞ നിലപാടുകളാണ്. നിലപാടുകൾ എന്ന് പറയുമ്പോൾ ഇസ്ലാം സമുദായം എന്ന് പറയുന്നത് അല്ല, ഇസ്ലാം ഇപ്പൊ എന്ന് കൈവിട്ട് പറയുന്നത് കേസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ശക്തമായ നിലപാട് എടുക്കുകയും അതിൽ വിയോജിക്കുകയും ചെയ്തില്ലേ? ഇപ്പൊ ആലപ്പുഴയിൽ കൈവിട്ട് കേസ് ആ കൈവെട്ട് കേസിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ആലപ്പുഴയിൽ ഉണ്ടായ കൊലപാതകങ്ങളിലും നമ്മൾ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ലേ? അല്ല, നമ്മൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് വർഗീയതക്കെതിരെയാണ്. ഉം. നമ്മൾ സ്ട്രോങ് ആയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് വർഗീയതക്കെതിരെയാണ്. നമ്മൾ വർഗീയതക്കെതിരെ ഭയങ്കരമായ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഉം. പക്ഷെ ഇവരും കുഴപ്പക്കാരാണ് എന്ന രീതിയിൽ, ഇപ്പം RSR കുഴപ്പക്കാരാണ് എന്ന് പറയുന്ന അതേ സ്വരത്തിൽ ഇവരും ഇതേപോലെ കുഴപ്പക്കാരാണ് എന്ന രീതിയിൽ ഇത് നമ്മള് അല്ല, എനിക്ക് അതൊരു തോന്നുന്നു അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ പറഞ്ഞില്ലേ നോർത്ത് ഇന്ത്യൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ പറയില്ല എന്നുള്ളത്. അതുപോലെ ആ, ആ, സംഘപരിവാറിന് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഗുണാവുന്ന ഒരു സാധനം. അത് എല്ലാവരും പേടിയതാണ്. നമുക്കിപ്പോ ഞാനൊക്കെ പണ്ട് എഴുതില്ലായിരുന്നു. കാരണം വെച്ചാൽ നമ്മളുടെ സംഭവം സംഘപരിവാറിന് ഗുണപ്രദമായി മാറുമോ എന്ന് പേടിച്ചിട്ട് എഴുതില്ലായിരുന്നു. കാരണം നമ്മള് മെജോറിറ്റി മൈനോറിറ്റിയിൽ ഒരു ജനാധിപത്യത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് മൈനോറിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്. കാരണം മെജോറിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മെജോറിറ്റി ആണല്ലോ കൺട്രോൾ ചെയ്യുന്നത് ജനാധിപത്യ പിന്നെ സമുദായത്തിൽ. ഭരണഘടന വായിച്ചു എന്നുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ എന്റെ സംശയം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ആ ഭരണഘടന തന്നെയാണ് ഇവര് കേരളത്തിൽ നടപ്പാക്കുന്നത്? അത് അവരെന്ത് തന്നെയാണ്. ചെയ്തു? അവർ വളരെ സമർത്ഥമായി അവർ ഇംഗ്ലീഷ് ഭരണഘടന മലയാളത്തിലേക്ക് കോപ്പി തർജ്ജമ ചെയ്ത സമയത്ത് ആ പ്രശ്നമുള്ള മേഖലകൾ വളരെ സോഫൻ അതാ ചെയ്തു. പറഞ്ഞ അപ്പൊ രണ്ട് ഭരണഘടനയല്ലേ? ആ, ഇവിടെ ഉണ്ട്. ഇപ്പൊ പക്ഷെ വേറെ അതേസമയം ഞാൻ ഗോവ ജമാഅത്തിൽ ഹിന്ദാണ് ഇപ്പൊ, ഇസ്ലാമിയല്ല. അതിന്റെ ഭരണഘടന നോക്കി അതേ പഴയ ഭരണഘടന ഇപ്പൊ ഗോവൻ അല്ല, ഭരണഘടനയിലേക്ക് അതാ പോയിട്ടുണ്ട്. പറഞ്ഞ അപ്പൊ ഇത് പ്രാദേശികമായ വ്യത്യാസം ഉണ്ട് എന്നാണോ അതിന്റെ അർത്ഥം? നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത്? പ്രാദേശികമല്ല, കാരണം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്, ജമാഅത്ത് ഹിന്ദ് എന്ന് പറയുന്നത് അവർക്ക് ഈ ഭരണഘടനയല്ല പ്രശ്നം. ഒരു ഭയങ്കര ക്ലവർ ഓർഗനൈസേഷൻ ആണ്. അതായത് മീഡിയനെ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള. ഉദാഹരണത്തിന് പിന്നെ ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഡൽഹിയിൽ. അത് NGO ആണ്. അപ്പൊ അതിന്റെ തലപ്പത്തിരിക്കുന്നത് പഴയ സിമി ലീഡേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ അഡ്വൈസറി ബോർഡിലുള്ളത് മുഴുവൻ തന്നെ അപൂർവാനന്ദ്, അതുപോലെ ഹിന്ദു നാസ്തികരാണ് അതിന്റെ അഡ്വൈസറി ബോർഡ് മുഴുവൻ തന്നെ. ഏത് അപ്പൊ ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന ഒരു ഓർഗനൈസേഷന്റെ ബോർഡ് അംഗങ്ങൾ, ഒരു NGOന്റെ ബോർഡ് അംഗങ്ങൾ മുഴുവൻ തന്നെ ഹിന്ദു എത്തിസ്റ്റുകളാണ്. ഏത് നമുക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം എത്തിസ്റ്റിനകത്ത് പിടിച്ചിട്ടത് ജമാഅത്ത് ഇസ്ലാമിയായി മാറുമോ? ജസ്റ്റ് അതിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പൊ അത് മാത്രമല്ല, ഇവിടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ദളിത്സിനെ പറ്റി പറയും, മറ്റ് മൈനോറിറ്റീസിനെ പറ്റി പറയും, സ്ത്രീകളുടെ വിഷയങ്ങളെ പറ്റി സംസാരിക്കും. അങ്ങനെ ഒരു ലിബറൽ പ്രോഗ്രസീവ് ഞാൻ പണ്ടൊക്കെ മാധ്യമം വായിച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള പത്രം എനിക്ക് മാധ്യമം വാരികയായിരുന്നു. കാരണം അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യും. അന്താരാഷ്ട്ര നിലപാടുകളിൽ നമുക്ക് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളിൽ നമുക്ക് വേഗം തന്നെ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ നമ്മൾ ഇവർ നമ്മൾ യാതൊരു വ്യത്യാസമില്ല എന്ന് പറയും. മനസ്സിലില്ലേ? അപ്പം ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു പത്രപ്രവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്റെ. മനസ്സിലല്ലേ? കുറെ കഴിയുന്ന സമയത്താണ് ഇത് ഭീകരമായിട്ടുള്ള ഒരു വർഗീയ വിഷയമാണല്ലോ എപ്പോഴും ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്കൊരു തിരിച്ചറിവുണ്ടായിട്ടുള്ളത്. അപ്പൊ ആദ്യം ഇടപെടലുകളൊന്നും തന്നെ മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിട്ടില്ല.
അത്രയും വളരെയധികം എന്താ പറയേണ്ടത് മനുഷ്യനെ അത് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഈ ജമാഅത്തിൽ ഹിന്ദിന് കേരള മുസ്ലിം സമൂഹത്തിൽ വളരെ എന്താ പറയുക ന്യൂമറിക്കലായി നോക്കുമ്പോൾ അവർക്ക് വലിയ സ്വാധീനമില്ല. ഇല്ല. പക്ഷെ ആ ആശയപരമായിട്ട് കുറച്ചുണ്ട്. അവർക്ക് ഇനി ആശയപരമായി അപ്പൊ ഈ മാധ്യമങ്ങൾ ആശയപരമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നുള്ള പ്രയാണത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കൂടുതൽ ആൾക്കാരെ അവരിലേക്ക് അടുപ്പിക്കാൻ പറ്റും. കാരണം അവരെ അടുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം മറുവശത്തുണ്ട്. കാരണം ഹിന്ദു വർഗീയത, അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യൻ വർഗീയത. ക്രിസ്ത്യൻ വർഗീയത അതിനെക്കാട്ടും വലിയ ബഹുതമാശ. അതെ കാസ അതെ ജമാഅത്ത് ഇസ്ലാമിനെ പറ്റി ഇത്രയും ആ പറഞ്ഞ സ്ഥിതിക്ക് കാസയൊന്നും പറയാതെ പോകാനേ പറ്റാത്ത വിഷയം. പറയാതെ അതും വേറൊരു തമാശ. കാരണം നിങ്ങൾ പിന്നെ സെക്യുലറായി നിലനിൽക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ഒരു ശ്വാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഹിന്ദു വർഗീയതയെ എതിർക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പൊ ഇസ്ലാം തന്നെ എതിർക്കുമ്പോൾ ബാലൻസ് ചെയ്ത് അതേ പറയണം, ശ്വാസത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ സംഖ്യയില്ലെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇസ്ലാമിനെ നിങ്ങൾ ഇസ്ലാം വർഗീയതനെ നമ്മൾ എതിർക്കുകയാണെങ്കിൽ അതേ ശ്വാസത്തിൽ ഹിന്ദു വർഗീയതനെ പറ്റി നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇസ്ലാമോഫോബിയായി മാറും. എങ്ങനെയാണ് കാസർഗോഡ് നിന്ന് ഡൽഹിയിൽ പോയിട്ട് താമസിച്ച് ഇത്രയും വലിയ വക്കീലൊക്കെ ആയത്? ആളുകൾക്ക്, ആഗ്രഹമുള്ള ആളുകൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും? ഒരു മോട്ടിവേഷൻ. ഞാൻ ഇത്രയും വലിയ വക്കീല്, കോടികൾ വക്കീല്, അങ്ങനെ ഇങ്ങനെ ഉള്ള സംഭവമല്ല. സോറി. അതായത് പിന്നെ ഞാൻ കേസ് വാദിക്കാൻ അറിയാവുന്ന വക്കീലാണ്. ലൈവ് ലോ പോലൊരു സ്ഥാപനം ഡൽഹിയിൽ നടത്തുന്ന ആളാണ്. ലൈവിലോ ഞാൻ മാത്രമല്ല, എൻ്റെ പ്രിയ സുഹൃത്ത് റാഷിദ്, പിന്നെ മുൻകാലങ്ങളിൽ കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷെ അവരൊപ്പം തന്നെ 2-3 മാസം കഴിഞ്ഞ് പിരിഞ്ഞു പോയി. MA റാഷിദ് എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഞാൻ ലൈവ് ലോ തുടങ്ങാനിടയായ ഒരു സാഹചര്യം എന്താ അങ്ങനെ തോന്നൽ എന്തുകൊണ്ടാണ്? ആ സമയം ശരിക്കും നേരത്തെ ഫസ്റ്റ് സംസാരിച്ച സാധനത്തിലേക്ക് എത്തുകയാണെ. അപ്പൊ ആ സമയത്ത് ഉം, ഒരു കേസ് എടുത്ത് കോടതിയിൽ വാദിക്കുകയാണെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കാം. കുറച്ചും കൂടെ മറ്റത് ഇപ്പൊ അത് ലൈവ് ലോന്ന് ലാഭമൊന്നും അതിന് ഉണ്ടാവില്ല കാര്യമായിട്ട്. ഇപ്പം എൻ്റെ പ്രാക്ടീസിൽ ഞാൻ 2006 പിന്നെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു സുപ്രീം കോർട്ടിൽ. അതിന്റെ കടപ്പാട് പാർട്ടിയോടാണ്. ഉം. അതായത് അപ്പൊ എല്ലാവരെയും, കാരണം നമുക്കെല്ലാം കടപ്പാടുകളുണ്ട്. ഈ പാർട്ടിയുടെ കടപ്പാട് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ എന്താണ് ത്യാഗം സഹിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു, ഞാൻ എപ്പോഴും അങ്ങനെ അതിനെ കാണുന്നത്. ഞാൻ ഇപ്പൊ പാർട്ടി മെമ്പർ അല്ല, ആയിരുന്നു. ആ, അപ്പം നമ്മളിപ്പോ കാണേണ്ടത്, കാരണം ഞാൻ ലൈവ് കാരനാണ് പാർട്ടി മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുള്ളത്. കാരണം ഒരു മീഡിയ, ഒരു ഇൻഡിപെൻഡന്റ് മീഡിയ നിലനിൽക്കണമെങ്കിൽ നിങ്ങളൊരു ഒരു ഒരു പാർട്ടി അഫിലിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റില്ല. എനിക്ക് നാളെ CPM വിമർശിക്കണമെങ്കിൽ എനിക്ക് വിമർശിക്കാം. പക്ഷെ ഒരു പാർട്ടി മെമ്പറായി നിന്നുകൊണ്ട് എനിക്ക് വിമർശിക്കാൻ പറ്റില്ല. അതിന്റെ അച്ചടക്കത്തിൽ നിൽക്കേണ്ടി വരും. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിവായത്. അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ ഈ നമുക്കെല്ലാം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ വക്കീൽ പണി എന്ന് പറയുന്നത് നിങ്ങൾ ജീവിക്കാനുള്ള ഒരു മാർഗം എന്ന് മാത്രമേ കാണുക. ജീവിക്കാനുള്ള മാർഗം ഉണ്ടായി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2006 ഞാൻ സ്റ്റാൻഡിംഗ് കൗൺസിലായി. അതിനുശേഷം പിന്നീട് സ്റ്റാൻഡിംഗ് കൗൺസിൽ ആവുന്നെന്ന് സർക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പദവിയൊക്കെ ഒരു പ്രാവശ്യം മതി. ഇനഫാണ്, മതി. പിന്നെ അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അല്ല നിങ്ങൾക്ക് ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ആൾക്കാരായിട്ട് നിങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യില്ല, അത് വാരിക്കൂട്ടുകയല്ല വേണ്ടത്. നിങ്ങൾ വരുന്ന ആൾക്കാരൊക്കെ അത് മാറിക്കൊടുക്കുകയാണ് വേണ്ടത്. ഞാനും വിചാരിച്ചതൊരു തെറ്റാണ്. ഒന്ന്, പിന്നെ ഒരു ലൈവ് ലോ എന്നുള്ളൊരു ഭാഗമായി നിൽക്കുക, പിന്നെ ഒരു സർക്കാരിന്റെ പ്രതിനിധിയായി നിലനിൽക്കുക. രണ്ടും ചേർത്ത് പോകുമ്പോൾ ലൈവ് ലോന്റെ ഇൻഡിപെൻഡൻസിനെ എഫക്ട് ചെയ്യും, ഇതിന്റെ ഇൻഡിപെൻഡൻസിനെ എഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ കുറച്ചൊരു സാക്രിഫൈസ് നടത്തണമല്ലോ. അപ്പൊ ലൈവ് ലോ വന്ന് വലുതാവുമെന്നൊന്നും ആർക്കും വിചാരിച്ചിട്ടില്ല. അത് നമ്മളൊരു പാഷന്റെ പുറത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയതാണ്. ഒരു ലീഗൽ കാര്യങ്ങളോടുള്ള പാഷൻ, ലീഗൽ ജേർണലിസ്റ്റോടുള്ള ഒരു പാഷൻ. അത് മാത്രമല്ല, ഈ കോടതി നടപടിക്രമങ്ങൾ വളരെയധികം ജനങ്ങൾക്ക് വളരെ എന്താ പറയേണ്ടത്, പിന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതേസമയം കോടതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ ഇത് വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു പൊതു തത്വം ജനങ്ങളുടെ ഇടയിൽ അത് അവിടെ കോടതിയെ പറ്റി എന്ത് പറഞ്ഞാൽ അത് കണ്ടംപ്റ്റായി മാറും. അയ്യോ കോടതി ഞാനൊന്നും പറയില്ല. അതൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റണം. ജഡ്ജസ് വിമർശിക്കപ്പെടേണ്ട വ്യക്തിയാണ്, കോടതി സിസ്റ്റം വിമർശിക്കപ്പെടേണ്ടതാണ്. എങ്കിൽ മാത്രമേ ജനാധിപത്യം കുറച്ചും കൂടെ പുഷ്ടീകരിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ലൈവ് ലോ വളർന്നു, നമുക്കിപ്പോൾ 10-70 ആൾക്കാർ നമ്മുടെ കൂടെ ലൈവ് ലോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇന്ത്യയിലെ നമ്പർ 1 ലീഗൽ പോർട്ടലായി മാറി. പക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള വലതുപക്ഷ വലിയ മാധ്യമങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊടുത്തിട്ടില്ല.
അപ്പൊ നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ ബേസിൽ ആയിട്ടാണ് ആൾക്കാർ തരുന്ന, വായനക്കാർ തരുന്ന ഫണ്ടിലാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. അപ്പം പേഴ്സണൽ ആയിട്ടുള്ള റിച്ചസ് നോക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് വിറ്റ് വളരെ സുഖകരമായി ജീവിക്കാം. ഏത്? പക്ഷെ അതിലല്ലല്ലോ അതിന്റെ ഒരു കിടപ്പെന്ന് പറയുന്നത്. ഇതൊരു സ്ട്രഗിളാണ്. ആ സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക, ഇതിന്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ വക്കീൽ പണിയും ഒരു സ്ട്രഗിളായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്കിപ്പം വക്കീൽ പണിയിൽ പൈസ ഉണ്ടാക്കണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ എന്റെ കുടുംബക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, എന്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ഇത്രയും കാലം സഫർ ചെയ്തിട്ട് ഇനിയെങ്കിലും നമുക്ക് മര്യാദയ്ക്ക് ജീവിച്ചൂടെ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും, നമുക്കും വലിയൊരു കാറ് വാങ്ങിക്കണം, നല്ല സുഖത്തിൽ ജീവിക്കണം എന്നുള്ള ഒരു താല്പര്യമൊക്കെ ചിലപ്പോൾ നമുക്ക് സുഖം നമുക്ക് മോശമൊന്നുമല്ലല്ലോ, മോശമില്ലാത്തൊരു പരിപാടിയില്ല, തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അതിനോട് റെസിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റണം. അതാണ് എൻ്റെ ഒരു ജീവിതത്തിലൊരു കാഴ്ചപ്പാട്. അപ്പം ലൈവ് ലോ അത് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഇപ്പൊ ലൈവ് ലോ വന്നതിന് ശേഷം എങ്ങനെയാണ് ഈ കോടതി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നും അത് മറ്റു മാധ്യമങ്ങളിലെ റിപ്പോർട്ടിങ്ങിനെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ടെന്നും നമുക്കറിയാം. കാരണം ലൈവ് ലോ ആണ് ഒരു ബേസ് സ്ഥാനമായിട്ട് ആളുകൾ എടുക്കുന്നത്. പിന്നെ അത് മറ്റു മാധ്യമങ്ങൾ അതേപോലെ. അതിന്റെ തൊട്ട് മുമ്പ് എങ്ങനെയായിരുന്നു ഇത്, ഈ കോടതി കാര്യങ്ങൾ റിപ്പോർട്ടിങ് ചെയ്ത് ആളുകൾ അന്നത്തെ കോടതി കാര്യങ്ങളിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രധാനമായും ഇപ്പൊ ഉദാഹരണത്തിന് ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, അതുപോലെ ഇംഗ്ലീഷ് പത്രങ്ങൾ. കാരണം എക്സ്ക്ലൂസീവായിട്ട് ഒരു നിയമകാര്യ ലേഖകനെ എല്ലാ പത്രങ്ങൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാ കോടതികളിലും വെക്കാൻ പറ്റില്ല. അന്നപ്പം ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ആളുണ്ടാവും, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു, അങ്ങനെ 5-6 വലിയ മേജർ ഡെയിലീസ്, പിന്നെ കേരളത്തിലെ 1-2 ഡെയിലീസ്, അങ്ങനെ ഒരു 6-8 പേരായിരുന്നു സുപ്രീം കോടതിയിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഒരു ന്യൂസ് വരുവാണെങ്കിൽ അവർ തീരുമാനിക്കും ഏത് ന്യൂസ് പോകണം, ഏത് ന്യൂസ് പോകണ്ട. ഒരു സിൻഡിക്കേറ്റഡ് സംഭവമായിരിക്കും. എക്സ്ക്ലൂസീവ് അടിക്കൊന്നുമില്ല ആരും. എക്സ്ക്ലൂസീവ് അടിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നാളെ മറ്റൊരു എക്സ്ക്ലൂസീവിറ്റി അവൻ ഇവിടെ ഷെയർ ചെയ്യില്ല. അപ്പൊ ഇവര് തമ്മിൽ എല്ലാവരും ഒരുമിച്ച് കാപ്പി പിടിച്ച് ഏത് ന്യൂസ് എത്ര മണിക്ക് ബ്രേക്ക് ചെയ്യണം, രാവിലെ ഏത് ബ്രേക്ക് ചെയ്യണം, ഉച്ചയ്ക്ക് ഏത് ബ്രേക്ക് ചെയ്യണം എന്നുള്ള തീരുമാനിക്കും. അത് ഇന്ത്യയിലെ മുഴുവൻ റീജിയണൽ ന്യൂസ് പേപ്പേഴ്സും എല്ലാ മറ്റുള്ള പത്രങ്ങളും അത് ഏറ്റുപിടിക്കും. അപ്പൊ ജഡ്ജസ് ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ഒരു വർത്തമാനം പറയുകയാണെങ്കിൽ അതാരും പബ്ലിഷ് ചെയ്യാൻ പാടില്ല തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് വിഷമമായി തോന്നുവാണെങ്കിൽ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് വിഷമം തോന്നുവാണെങ്കിൽ അത് പുറത്തുവിടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആരും അറിയാൻ പോകുന്നില്ല. നമ്മൾ വന്നിട്ട് പിന്നെ അവരൊക്കെ എന്തൊക്കെ പറയുന്നു, ആർക്കെതിരെ എന്ത് പറഞ്ഞാലും അതൊക്കെ ന്യൂസാക്കി. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ കക്ഷികളും ഇവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് 6 ലേഖകന്മാര് ഉണ്ട്, 6 പേരുണ്ട് സുപ്രീം കോടതി പറയുന്നത്. അപ്പം സുപ്രീം കോടതിയിൽ എന്ത് പറഞ്ഞാൽ, ആർക്കെതിരെ എന്ത് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. കാരണം നമ്മൾ ആരുടെയും ഫണ്ട് കൊണ്ടൊന്നുമല്ല ലൈവില് നടത്തുന്നത്. പിന്നെ ഇത് കോവിഡ് കാലം വന്നതോടെയാണോ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയത് ഓൺലൈനിൽ, അതോ മുൻപുണ്ടായിരുന്നോ? അതിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ഒരു നിലപാട് വളരെയധികം ശ്ലാഘനീയമാണ്. അദ്ദേഹം ഇത് മുഴുവൻ തന്നെ ജനങ്ങൾ അറിയണം. കാരണം കോടതി കൂടിയാണ് അതോ അതിന് മുമ്പ് ഓൺലൈൻ വന്നു. നമ്മൾ മുമ്പേ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആൾക്കാർ കോടതിയിൽ അന്ന് ഉണ്ടാവുമായിരുന്നു. ഈ ഓൺലൈൻ ആയതോടെ കുറെ കാര്യങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് നോക്കാൻ പറ്റി. ഓൺലൈനായി നമുക്ക് നമ്മളുടെ എല്ലാവരും ലോയേഴ്സ് ആണ്, നോക്കുന്ന ആൾക്കാർ മുഴുവൻ തന്നെ ലോ സ്റ്റുഡൻസും ലോ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട്, പക്ഷെ എങ്കിൽ പോലും കോടതി നടപടിക്രമങ്ങൾ അറിയാത്തൊരു സാധാരണക്കാരൻ നോക്കി കണ്ടാൽ മനസ്സിലാവില്ല, കൃത്യമായിട്ട് മനസ്സിലാവില്ല. അപ്പൊ അതിന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അല്ലാണ്ട് ഇങ്ങനെ ജഡ്ജ് എന്തോ പറയുന്നു, വക്കീൽ എന്തോ കമന്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അടുത്ത മാറ്റർ വിളിക്കുന്നു, ആൾക്കൊന്നും മനസ്സിലാവില്ല, ഇതെന്താ സംഭവിക്കുന്നു മനസ്സിലാവില്ല. അപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്, ചില വിവരം കേട്ട ജഡ്ജസ് പിന്നെ പറയുന്ന കമന്റ്സ് അത് മുഴുവൻ തന്നെ ജനങ്ങൾ ഇപ്പൊ കണ്ടു മനസ്സിലാക്കേണ്ട, ഇത്രയും വിവരമില്ലാത്ത ഒരുത്തനാണോ ഇയാള് എന്ന രീതിയിൽ ചില സമയത്തും, അല്ലെങ്കിൽ വളരെ വിവരമുള്ള ജഡ്ജസ് എന്തൊരു ഇന്റലിജന്റ് ആണ് ഇദ്ദേഹം എന്ന രീതിയിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നുണ്ട്. ഇപ്പൊ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ മറ്റാൾക്കാരെ വിലയിരുത്തുന്ന പോലെ തന്നെ ജഡ്ജസിനെയും വിലയിരുത്താൻ നമുക്ക് പറ്റും. ശബരിമല കാലത്തൊക്കെയാണോ അത് തുടങ്ങിയത്? നമ്മൾ ജഡ്ജിമാരെ ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ വിലയിരുത്തി ഇവർ ഇത്രയും മിടുക്കിയാണ് അങ്ങനെയൊക്കെ തുടങ്ങിയതൊക്കെ അങ്ങനെയാണോ, അതോ അതിനു മുമ്പേ ഉണ്ടായിരുന്നോ? അതെന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് സ്വഭാവം. കാരണം നമ്മളിപ്പോൾ ജഡ്ജസുമായിട്ട് ഇടപഴകാൻ പോകാറില്ല. നമ്മളുടെ റിപ്പോർട്ടേഴ്സ് ബേസിക്കലി ലൈവിലോ അങ്ങനെ ക്ലോസ് ആയിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതൊരു മനുഷ്യന്റെ സ്വഭാവമാണ്. അപ്പൊ അത് മാത്രമല്ല, ഈ ജഡ്ജസ് തമ്മിൽ പറഞ്ഞാൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കൊളീജിയം മീറ്റിംഗ്സിൽ എന്തൊക്കെയാണ് നടന്നത് എന്നൊക്കെ ചകഞ്ഞ് പോകണമെങ്കിൽ ഇവരുമായിട്ട് അടുത്ത ബന്ധം വേണം. ഇവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ അത് ന്യൂസ് ആക്കി കൊണ്ടുവരിക. അത് കുറച്ച് സെൻസേഷണൽ ന്യൂസ് ആയിരിക്കും. ഇന്നലത്തെ കൊളീജിയം മീറ്റിംഗിൽ ഈ ജഡ്ജ് മറ്റേ ജഡ്ജിനെ ഭയങ്കരമായി തെറി വിളിച്ചു, അല്ലെങ്കിൽ ചീത്ത വിളിച്ചു ഇന്നലത്തെ മീറ്റിംഗിൽ. അത് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ന്യൂസാണ്. ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജഡ്ജസുമായിട്ട് ഭയങ്കര ബന്ധം വെക്കണം. അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം വെച്ച് ആ ജഡ്ജിനെതിരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജ്യൂസി ആയിട്ട് സാധനങ്ങൾ കൊടുക്കാറില്ല, ലൈവിലോ കൊടുക്കാറില്ല.
കാരണം ജ്യൂസിയെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ജ്യൂസി ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം. അത് കൂടുതൽ ട്രാക്ഷൻ ഉണ്ടാവും, കൂടുതൽ ആൾക്കാർ കാണും. പക്ഷെ മൊത്തത്തിൽ നമുക്ക് വിമർശിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ പണ്ട് കാലങ്ങളിൽ ഈ ജഡ്ജസിന്റെ രഹസ്യങ്ങൾ ചോർത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ, അവരുമായി ബന്ധം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പുറത്തേക്കൊണ്ടുള്ള ആർട്ടിക്കിൾ വളരെ അപൂർവം, അല്ലെങ്കിൽ വളരെ ഗ്രോസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് അവർക്കെതിരെ, എല്ലാവരും സമൂഹം മുഴുവൻ ഒരു ജഡ്ജിനെതിരെ നിൽക്കുമ്പോൾ മാത്രമാണ് ആ ജഡ്ജിനെതിരെ ആർട്ടിക്കിൾ ലൈവ് വരിക. ലോനെ ഇവരെങ്ങനെയാ കാണുന്നത്? സുപ്രീം കോടതി വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ എങ്ങനെയാ കാണുന്നത് ലൈവ് ലോനെ? ഒരു ഞാൻ ത്രെട്ട് ആയിട്ടാണോ മനസ്സിലാക്കിയിട്ടുള്ള അതോ ഒരു ഇൻഫർമേറ്റീവ് മീഡിയ ആയിട്ടാണോ? വളരെ ബഹുമാനത്തോടു തന്നെയാണ് എല്ലാവരും കാണുന്നത്. കാരണം ഇപ്പൊ എന്റെ തന്നെ, ഇപ്പൊ ഞാൻ ലൈവിലൊരു ഭാഗമാണെങ്കിൽ പോലും പിന്നെ എന്റെ ഒന്നും പ്രാക്ടീസ് ലൈവിലോ കൊണ്ട് ഇല്ലാണ്ടായിട്ടേ ഉള്ളൂ. പ്രാക്ടീസ് വൈസ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ സമയം ചെലവാക്കും. കാരണം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കും. അത് വളർത്താൻ കുറെ സമയം. അപ്പം പ്രൊഫഷണലി നമ്മളെ എഫക്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മളെ ഒന്നും പേഴ്സണലി പുകഴ്ത്താൻ പാടില്ല എന്ന് നമ്മൾ ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അല്ലെങ്കിൽ ഇതൊരു നമ്മളെ കേസ് വളർത്താൻ പറ്റില്ല, സ്ഥാപനമായി മാറാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ നമ്മൾ ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു ഓർഗാനിക് ആയിട്ട് മുന്നോട്ട് പോകണം. അത് സ്വതന്ത്ര സംഭവമായി മുന്നോട്ട് പോകാൻ പറ്റണം നമുക്ക്. അതിനു വേണ്ടിയിട്ടുള്ള കുറെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഈ മൊത്തം സിസ്റ്റത്തിന് നമുക്ക് ഡെമോക്രാറ്റൈസ് ചെയ്യാൻ പറ്റണം. ഈ ജുഡീഷ്യറി എന്ന സിസ്റ്റത്തിനെ കുറേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ജുഡീഷ്യറിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനകത്ത് ആദ്യം നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് പിന്നെ ഈ ലോയേഴ്സ് എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മണി മേക്കിങ്ങിലേക്ക് മാത്രം പോകും ഇവര്. ആ പ്രോസസ്സ് നമുക്ക് നിർത്താൻ പറ്റണം. നിങ്ങൾക്കൊരു അത്യാവശ്യം നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു 55 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ നല്ല ഡെഡിക്കേറ്റഡ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത്യാവശ്യം ഒരു ഫസ്റ്റ് ജനറേഷൻ, എന്നെ പോലെ ഒരു ഫസ്റ്റ് ജനറേഷൻ പിന്നെ ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, പിന്നെ ഒരു മൈഗ്രന്റ് ലേബററെ പോലെ ഡൽഹിയിൽ പോയി എന്നിട്ട് അവിടുന്ന് നമ്മൾ മുന്നോട്ട് വന്ന സംവിധാനമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അത്യാവശ്യം നമ്മളൊരു ജീവിക്കേണ്ട സാഹചര്യവും ചുറ്റുപാടുകളും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു ആദ്യത്തെ ഇനീഷ്യൽ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സ്ട്രഗിൾ ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ ഇടപെട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. അതിന്റെ ഒരു പാതയിലാണ് ഞാനിപ്പോൾ. അല്ലാണ്ട് ഈ നേരത്തെ സ്വന്തം പറഞ്ഞ പോലെ ലക്ഷങ്ങളും കോടികൾ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലല്ല. അപ്പൊ നമുക്ക് കാസർഗോഡ് തൊട്ട് ഡൽഹിയിലേക്കുള്ള മൈഗ്രന്റ് ലേബറുടെ യാത്ര വേറൊരു എപ്പിസോഡ് ആക്കാം. കാരണം അത് കുറച്ചുകൂടി രസമുള്ളൊരു കഥയായിരിക്കും. ഇപ്പോ ഞാൻ ലൈവിലോടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവർക്കും ഒന്ന് കയറിയൊക്കെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വായിക്കാം. കോടതി കാര്യങ്ങൾ, ജഡ്ജിമാരുടെ കാര്യങ്ങൾ, പിന്നെ ജഡ്ജ്മെന്റുകൾ വായിക്കാം. ഇപ്പൊ പലരും എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് വന്ന് ചോദിക്കും ജഡ്ജ്മെന്റ് എവിടെ കിട്ടുക, ജഡ്ജ്മെന്റ് എവിടെ വായിക്കാൻ പറ്റുന്ന. അപ്പോൾ ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഈ ലൈവിലോടെ ലിങ്കാണ് എപ്പോഴും കോപ്പി ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വായിക്കാം, ഇഷ്ടമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പൊ നമ്മള് എന്താ കൺക്ലൂഷൻ എന്താ? ഞാൻ വക്കീലാണ് എസെൻഷ്യലി. ഒരു വക്കീലിന് സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ നിയമ സഹായം വേണം എന്നുള്ളതിന് ഞാൻ എപ്പോഴും റെഡിയാണ്. അതിന് പൈസ ഒന്നും വേണ്ട. അത് നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ. കാരണം നമ്മളെല്ലാവരും ഇപ്പൊ സുനിധിയും കംഫർട്ടബിൾ അവസ്ഥയിലാണ്. സുനിധി എന്തിനാണ് ഈ മെനക്കെട്ട് ആൾക്കാരെ ചീത്ത വിളിച്ച് പിന്നെ വിരോധം ഉണ്ടാക്കി വീഡിയോ ചെയ്യുന്നത്? നമ്മളെല്ലാം കാരണം നമുക്കൊക്കെ ഒരു ഭ്രാന്തുണ്ട്. അൺകൺവെൻഷണൽ ആയിട്ട് പിന്നെ നാട് ഓടുമ്പോൾ അതേപോലെ ഓടാതെ ആൾക്കാരുടെ 24 മണിക്കൂർ നമ്മളിപ്പോ RSSനെതിരെ എതിർക്കുന്നു, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കുന്നു. വിരോധം വാങ്ങിക്കുക, നമ്മൾ അടുത്ത സുഹൃത്തുക്കളുടെ വിരോധം വാങ്ങിച്ചു വെക്കുക, നമ്മൾ കൂട്ടി വെക്കുകയാണ്. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാല് ഈ നാട് ഇങ്ങനെ ആയി മാറിയത് ഈ ഇതുപോലത്തെ എത്രയോ ആൾക്കാർ, നമ്മളെക്കാട്ടി 100 ഇരട്ടി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മളിപ്പം അനുഭവിക്കുന്നത്. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് ശരി, അതിനുശേഷമുള്ള കാലഘട്ടത്തിലാണ് ശരി. അപ്പം നമുക്കെല്ലാവർക്കും പിന്നെ നമ്മളാലാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. അത് അതൊരു നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് പ്രതിഫലം കിട്ടണ്ട, ഇസ്ലാമിക് ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് പ്രതിഫലം കിട്ടുന്ന ഒരു ജോലിയായി നമ്മളത് മാറ്റണം.
അപ്പൊ ഫ്രീ ആയിട്ട് ഉപദേശങ്ങളൊക്കെ ആവശ്യമുള്ള ആരെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്ന കുഞ്ഞു കുഞ്ഞു കേസുകൾ. ഞാൻ ആ, പറഞ്ഞത് അതെ ഞാൻ ഞാൻ പറയുന്നത് സീരിയസ് കുഞ്ഞു കുഞ്ഞു പറഞ്ഞതാണ്. കേസുകളിലൊന്നും ചിലപ്പോ നടക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും വലിയ പ്രശ്നത്തിലൊക്കെയാണ്, അത് ഒരാളെ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെടും, അങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെ ഉപകാരമൊക്കെ ആ, കിട്ടാൻ അല്ല സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഞാൻ ഒരു കാര്യം പറയും. ഇപ്പൊ എന്റെയൊക്കെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ ഞാൻ മാത്രമൊന്നുമല്ല കേട്ടോ, കുറെ 10, 100 അല്ല പലപ്പോഴും പറയാറില്ല ഇങ്ങനത്തെ സീരിയസ് കേസുകളിലൊക്കെ ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് അവരെ ഹെൽപ്പ് അത് ചെയ്യാന്നൊക്കെ ഇഷ്ടംപോലെ പറയുന്നത്. ആൾക്കാരുണ്ട്, തയ്യാറായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉം. ആൾക്കാർ ലീഗൽ എയ്ഡ് എന്ന് വെച്ചൊരു വക്കീലന്മാരുടെ പണിയില്ലാക്കുന്ന നമ്മളെ ജീവിതം മന്ത്ലി നമുക്ക് മനസ്സിലായി. സർവൈവൽ ഉണ്ടാക്കുന്ന സ്റ്റൈലിലേക്ക് ആൾക്കാർ ഉം. വരരുത്. പക്ഷെ അത് പൈസ കൊടുക്കാൻ കപ്പാസിറ്റിയിൽ ആൾക്കാർ പൈസ കൊടുക്കണം. ഉം. അതുപോലെ തന്നെ ബിസിനസ് സംരംഭങ്ങളിൽ കേസുകൾ എന്ന് പറയുന്നത് ബിസിനസ് സംരംഭത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ആ ഉം. കേസ് എന്ന് പറയുന്നത്. അത് ഉം. അവരുടെ ബിസിനസിന്റെ ഭാഗമാണ് ആ കേസുകൾ. അതേസമയം വ്യക്തിപരമായിട്ടുള്ള ഹരാസ്മെന്റ്, ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ്, അതുപോലത്തെ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടിച്ചേൽപ്പിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്, അടിച്ചേൽപ്പിക്കുന്ന കുറെ കേസുകളുണ്ട്. അതിനൊക്കെ നമ്മൾ സമൂഹം ഒത്തു നിൽക്കേണ്ടതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ കേസുകളെ തന്നെ നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റണം. ഇത് അല്ലാണ്ട് ഇപ്പം ഫ്രീ ആയിട്ട് അഡ്വൈസ് വേണം അല്ല എല്ലാ ഒരാൾ സംബന്ധം. ഫ്രീ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാതും കൊണ്ട് അങ്ങോട്ട് ഓടിപ്പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത് മറ്റു അത് നിലകളിൽ ഞാൻ പെട്ടെന്ന് കിട്ടാത്ത അനുഭവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുറെ ഒന്ന് അനുഭവിച്ചു. ഇത് ഞാൻ പറയാം. ഇപ്പൊ കാനഡയിലെ ഒരു ഹെൽത്ത് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആവശ്യങ്ങൾക്കൊക്കെ ഫാമിലി ഡോക്ടറെ കാണാൻ പോകും. കുറച്ചുകൂടി സീരിയസ് അസുഖത്തിന് ഫാമിലി ഡോക്ടർ നമ്മളെ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് വിടും. അത്തരം സ്പെഷ്യലിസ്റ്റ് കേസുകൾ ഉണ്ടെങ്കിൽ വിടാം. അങ്ങനെയല്ലേ? പക്ഷെ അല്ല നമുക്കിപ്പം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കിപ്പം എന്ത് ചെയ്യാം നമുക്ക്? കാരണം അതൊരു ബാധ്യതയാണ്. ഒരു വക്കീലിന്റെ ബാധ്യതയാണ്. അപ്പൊ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇത്തരത്തിൽ ലൈവിലോ ശരിക്കും കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. കാരണം അത് ആളുകൾ വായിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല കഥ പോലെയൊക്കെ എഴുതി വെക്കും. വായിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഇപ്പൊ DY ചന്ദ്രചൂഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജഡ്ജ് ഇന്ന രീതിയിൽ നമ്മൾ ജഡ്ജ്മെന്റുകൾ മാത്രമാണ് അല്ലേ കാണുന്നത്, അല്ലാതെ അതിന്റെ ഇടയ്ക്ക് നടന്ന നിരീക്ഷണങ്ങള്, ഇവർ തമ്മിൽ നടക്കുന്ന വാഗ്വാദങ്ങളും ചർച്ചകൾ, തമാശ പറയുന്ന ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളെ എവിടെയും പൊതുവെ മാധ്യമങ്ങൾ കാണാറില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വായിച്ച് രസിക്കാനൊക്കെ കൂടി ഉപകരിക്കും അത്. നേരത്തെ പറഞ്ഞല്ലോ ജ്യൂസി അല്ലാന്ന്, പക്ഷെ ശരിക്കും ആണ്. കാരണം ഇവര് തമ്മിൽ നടക്കുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നില്ല, മാത്യു ഒരു മലയാളി ഇടയ്ക്കിടയ്ക്ക് സുപ്രീം കോടതിയിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ അപ്പൊ ആ പിന്നെ ചീഫ് ജസ്റ്റിസും തമ്മിൽ നടക്കുന്ന ആ ബഹളമൊക്കെ അതൊക്കെ രസമാണ്, ജ്യൂസിയാണ്, അതിൽ ഉണ്ട്. പ്രത്യേകിച്ച് ഉണ്ടാക്കി എടുക്കുന്നില്ലല്ലോ, അപ്പൊ ആളുകൾക്ക് വായിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാസർഗോഡ് നിന്നുള്ള കഥയായിട്ട് നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടെ കാണാം. താങ്ക് യു. സന്തോഷം, വളരെ സന്തോഷം. വീണ്ടും കാണാം. ജുഡീഷ്യറിയെ കുറിച്ച് കുറേ സംസാരിക്കാനുണ്ട് നമുക്ക്. വിനയദാസിലാവട്ടെ. തീർച്ചയായിട്ടും.